വി.ഡി. സതീശൻ സർക്കാരിനെതിരെയുള്ള ആദ്യ അഴിമതി ആരോപണം മദ്യവിഷയത്തിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ ബജറ്റ് നിർദ്ദേശത്തിന് പിന്നിൽ മദ്യ കമ്പനിയായ ബക്കാഡിയെ സഹായിക്കാനുള്ള താൽപര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. 2023 മുതൽ LDF സർക്കാർ അനുകൂല തീരുമാനം എടുക്കാതിരുന്ന ബക്കാഡിയുടെ അപേക്ഷയിൽ പുതിയ സർക്കാർ മിന്നൽ വേഗത്തിലാണ് തീരുമാനമെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ മദ്യനയത്തിന് എന്ത് മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് VM സുധീരൻ പ്രതികരിച്ചു. ചന്ദ്രികയിലെ ലേഖനം വഴി ലീഗും എതിരഭിപ്രായം ഉയർത്തി. നാളെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ മുഖ്യമന്ത്രി നികുതി കുറയ്ക്കൽ തീരുമാനം പിൻവലിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ VR അനൂപ് കോൺഗ്രസ്, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ CR നീലകണ്ഠൻ സാമൂഹ്യ പ്രവർത്തകൻ, ശ്രീ പ്രസാദ് കുരുവിള KCBCയുടെ മദ്യവിരുദ്ധ സമിതി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ VR അനൂപ്, 3 വർഷം ബക്കാഡിയുടെ ഈ അപേക്ഷ മുൻ സർക്കാരിന്റെ LDF സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. അവർ അനുകൂലമായൊരു തീരുമാനം എടുത്തിരുന്നില്ല. UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മിന്നൽ വേഗത്തിലാണ് ആ അപേക്ഷ അംഗീകരിക്കുന്നത്. ഫയൽ നീക്കത്തിനെടുത്ത സമയമൊക്കെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു തീരുമാനം ഇനി നാളെ പിൻവലിച്ചാൽ പോലും എന്തുകൊണ്ടെടുത്തു എന്ന് വിശദീകരിക്കേണ്ടി വരില്ലേ? അഭിലാഷ്, ഇതിനകത്ത് അങ്ങ് പറഞ്ഞതുപോലെ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ട് എന്ന് സ്ഥാപിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു ഇത് നാളെ പിൻവലിച്ചാൽ പോലും വിശദീകരിക്കേണ്ടി വരുമെന്ന്. അങ്ങനെ നാളെ പിൻവലിക്കാൻ പോലുമുള്ള സാഹചര്യം ഉണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താ? ഇതിനകത്ത് സ്ഥാപിത താല്പര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പിൻവലിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രസിനകത്ത് കൃത്യമായ അഭിപ്രായ ഭിന്നതയുണ്ട്. KC വേണുഗോപാൽ ഇന്നലെ തുറന്നു പറഞ്ഞു കോൺഗ്രസിന്റെയും UDF-ന്റെയും ലൈൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന്. മുസ്ലിം ലീഗിൽ കടുത്ത എതിരഭിപ്രായമുണ്ട്. KCBC എതിർക്കുന്നു. എല്ലാ സോഷ്യൽ ഗ്രൂപ്പുകളെയും പിണക്കിക്കൊണ്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ആ ഗത്യന്തരമില്ലാതെയുള്ള പിന്മാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ KC വേണുഗോപാൽ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് നയപരമായ വിഷയങ്ങളിൽ പാർട്ടിയിൽ ചർച്ചയുണ്ടാകും. അത് ഒരു പുതിയ കാര്യമല്ലല്ലോ. പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചയുണ്ടാകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി V.D. സതീശൻ തന്നെ പറയുന്നത് എന്താ? അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കം എന്ന് പറയുന്നത് നെഹ്റുവിയൻ ലെഫ്റ്റ് എന്നുള്ളതാണ്. നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? വിമർശനത്തിനുള്ള സ്പേസ് അനുവദിക്കുക എന്നുള്ളതാണ്, വിയോജിപ്പുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അദ്ദേഹം സ്റ്റാലിനിസ്റ്റ് ലെഫ്റ്റ് അല്ല, നെഹ്റുവിയൻ ലെഫ്റ്റാ. പിണറായി വിജയനല്ല, V.D. സതീശനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഇത്തരം വിയോജിപ്പുകൾ വരുമ്പോൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിനെ പരിശോധിക്കുന്നേ. അതിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ചന്ദ്രിക മുഖപ്രസംഗം എഴുതുന്നു, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. ഇത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് 10 കൊല്ലത്തെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇതിനെ വ്യതിരക്തമാക്കുന്ന ഒന്ന്. മുൻപത്തെ സ്ഥിതിവിശേഷം എന്താ? പിണറായി വിജയൻ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി, പിണറായി വിജയൻ പകലാണെന്ന് പറഞ്ഞാൽ പകൽ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ലെന്നേ. വ്യത്യസ്ത കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിശോധിക്കും, ചർച്ചയ്ക്ക് വിധേയമാക്കും. അതിനകത്ത് തിരുത്തലുകൾ വരുത്തണമെങ്കിൽ തിരുത്തും. നല്ലത്, ചർച്ചയാക്കുന്നതും തിരുത്തൽ വരുത്തണമെങ്കിൽ തിരുത്തൽ വരുത്തുന്നതും ഒക്കെ നല്ല കാര്യം തന്നെ. എൻ്റെ ആദ്യത്തെ ചോദ്യം പക്ഷേ എങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എന്നുള്ളത് വിശദീകരിക്കേണ്ടി വരില്ലേ എന്നുള്ളതായിരുന്നു. സംസ്ഥാനത്ത് ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അബ്കാരി ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിട്ടുണ്ട് 2023. അതിനുശേഷം ഈ കമ്പനി അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ കമ്പനിയുടെ അപേക്ഷയുടെ മേൽ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിരുന്നില്ല. GST വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് GST വകുപ്പിന്റെ അഭിപ്രായം തേടിയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. GST വകുപ്പ് ആദ്യം കൊടുത്തിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ഹാർഡ് ലിക്കറിന്റെ അതേ നികുതി നിരക്ക്, അതായത് 251% നികുതി തന്നെ ഈടാക്കണം എന്നുള്ളതായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് സർക്കാർ മാറി പുതിയ സർക്കാർ വന്നപ്പോൾ പെട്ടെന്ന് ഒരു പുതിയ നികുതി ഘടന വരുന്നു. അത് സാധാരണ നിലയ്ക്ക് ഒരു ഡെലിബറേഷനുള്ള സമയം പോലും എടുത്തില്ലല്ലോ. ഞാൻ നേരത്തെ ഫയൽ മൂവ്മെന്റിന്റെ ആ ഹിസ്റ്ററി പറഞ്ഞല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ ചോദ്യം പിൻവലിച്ചാലും ഇല്ലെങ്കിലോ ചോദ്യം അവിടെ നിൽക്കില്ലേ? അല്ല, അങ്ങ് പറഞ്ഞതിനകത്തൊരു പ്രശ്നമുണ്ട്. ഒന്നാമതായി LDF ഗവൺമെൻറ് അനുകൂലമായ തീരുമാനം എടുത്തില്ല എന്ന് പറഞ്ഞതുപോലെ LDF ഗവൺമെൻറ് പ്രതികൂലമായ തീരുമാനം എടുത്തിട്ടില്ല. ഇതിനകത്ത് ആ ഫയൽ തള്ളിയിട്ടില്ല, ഫയൽ മാറ്റിവെച്ചു. ഇതിനകത്ത് നികുതി ഘടനയിൽ പോലും ഇളവ് വരുത്തി എന്ന് പറയാൻ പറ്റില്ല. നികുതി ഘടന തീരുമാനിക്കപ്പെടാതെ കിടക്കുന്ന നികുതി ഘടനയിൽ ഒരു V.D. സതീശൻ സർക്കാർ ഒരു നികുതി ഘടന നിശ്ചയിച്ചു കൊടുത്തു. അതിനെതിരായി വ്യത്യസ്ത അഭിപ്രായങ്ങൾ. അല്ല, ആ വിഷയത്തിൽ V.D. സതീശന്റെ തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇതിപ്പോ ആദ്യമായിട്ട് ചർച്ചയാവുന്ന വിഷയമല്ല, കഴിഞ്ഞ 3 വർഷമായി പൊതുമണ്ഡലത്തിലുള്ള വിഷയമാണല്ലോ. അങ്ങനെ വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി കൊടുക്കുന്നത് അഴിമതിയാണ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഞാൻ ഇന്നലെ ആ ബൈറ്റ് കേൾപ്പിച്ചതുകൊണ്ട് ഇന്ന് ഒരിക്കൽ കൂടി കേൾപ്പിക്കുന്നില്ല എന്നുള്ളൂ. സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് ബോറടിക്കുമല്ലോ. അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇക്കാര്യത്തിൽ സർക്കാരിന്
സർക്കാർ നയിക്കുന്ന പാർട്ടിക്ക് മുന്നണിക്ക് ഒരു പിടിവാശിയില്ലെന്നേ. ഇപ്പോൾ എക്സൈസ് മന്ത്രി എം ലിജു പറഞ്ഞതെന്താ, അദ്ദേഹം വളരെ കൃത്യമായി ഒരു സംശയത്തിനും ഇട നൽകാത്ത തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ UDF സർക്കാരിൻ്റെ എക്സൈസ് നയം തീരുമാനിക്കപ്പെട്ടിട്ടില്ല, അതിൻ്റെ ചർച്ച നടന്നിട്ടില്ല. ചർച്ച നടന്നെങ്കിൽ എക്സൈസ് വകുപ്പ് അറിഞ്ഞുകൊണ്ടായിരിക്കും. ഇതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് നികുതി ഘടനയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ, അതിന് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ബ്രാൻഡിന് ലൈസൻസ് കൊടുക്കണോ എന്ന് പോലും തീരുമാനിക്കുന്നത് എക്സൈസ് വകുപ്പാണെന്നേ. ഇപ്പോൾ പോലും തീരുമാനിക്കപ്പെടാത്തൊരു വിഷയത്തിലാണ് നമ്മൾ തർക്കിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് സർക്കാരിനെ സംബന്ധിച്ച് UDF സർക്കാരിനെ സംബന്ധിച്ച് അതിൻ്റെ മദ്യനയം തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അത് തീരുമാനിക്കപ്പെടുന്നത് ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പരിഗണിച്ച് കേട്ട് അതിന് പ്രതികൂലവും അനുകൂലവുമായ എല്ലാ അഭിപ്രായങ്ങളെയും പരിഗണിച്ച് ജനാധിപത്യ രീതിയിൽ ഒരു ചർച്ച നടന്ന് UDF അതിൻ്റെ പോളിസി രാഷ്ട്രീയമായ നയം തീരുമാനിക്കും. മന്ത്രിസഭയ്ക്കകത്ത് എക്സൈസ് മന്ത്രി ഉൾപ്പെടെ അതിൻ്റെ ഒരു നടപ്പിലാക്കലുമായി ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിന് മന്ത്രിക്ക് നിർണായകമായ ഒരു റോളിലെ നയം ഇവിടെ വരും. ആ നയം വരുന്നതിന് മുമ്പുള്ള ചർച്ചകളാണ്. ഈ ചർച്ചകളെപ്പോലും ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് ഈ കോൺഗ്രസ് ഗവൺമെൻറ് മുഖമന്ത്രി, അപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്നത് വൺ മാൻ വൺ ഗവൺമെൻറ് എന്ന് പറയുന്ന പോലെ പിണറായി വിജയനാണ് ഇതിൻ്റെ മുഖം എന്ന് പറയുന്ന പോലെ കേരളത്തിൽ അങ്ങനെയല്ല. മുഖ്യമന്ത്രി പോലും, ബഹുമാന്യനായ മുഖ്യമന്ത്രി പോലും പറയുന്നത് എന്താ, ടീം UDF എന്നാ. അദ്ദേഹം ഒരിക്കലും ടീം സതീശൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. അത് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ബജറ്റ് പ്രഖ്യാപനം തിരുത്തുമോ, ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ, ഒരു തീരുമാനം ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആണോ ചർച്ച? ഒരുപാട് ചോദ്യങ്ങൾ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ശ്രീ പ്രസാദ് കുരുവിള, വളരെ ദൂരവ്യാപകമായി പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു, പക്ഷേ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. വലിയ ചർച്ചയ്ക്ക്, സാമൂഹ്യമായ ചർച്ചയ്ക്ക് കൂടി അത് വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ തീരുമാനം വന്നത് എന്നുള്ളത് കൂടി വ്യക്തമാവുകയാണ്. കൃത്യമായും ഒരു മദ്യ കമ്പനിയുടെ ആവശ്യപ്രകാരമായിരുന്നു ഇത്. ഫയലിൽ കൃത്യമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്, സബ്മിഷൻ ബൈ ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന്. അപ്പോൾ ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഈ ആവശ്യം എത്ര പെട്ടെന്നാണ് നിവർത്തിച്ചു കൊടുത്തത്? ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ധനത്തിൻ്റെ നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ അത് പഠിക്കണം എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഇന്ധനത്തിന്റെ നികുതി, കൂട്ടിയ നികുതി ആനുപാതികമായി കുറയ്ക്കേണ്ടതാണ് എന്ന് യാതൊരു തർക്കവുമില്ലാതെ പറഞ്ഞ ആളുകൾ ഭരണത്തിലെത്തിയപ്പോൾ ഇന്ധനത്തിന്റെ നികുതി കുറയ്ക്കുന്ന കാര്യം പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ മദ്യത്തിന്റെ നികുതിയുടെ കാര്യത്തിൽ ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആവശ്യം അംഗീകരിക്കാൻ അങ്ങനെ ഒരു പഠനത്തിന്റെ പോലും ആവശ്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിന്റെ പോലും സമയമെടുത്തില്ല എന്നുള്ളത് ആശ്ചര്യകരമായി തോന്നിയോ? അഭിലാഷേ, VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന അതേ വികാരമാണ് വീര്യം കുറഞ്ഞ മദ്യത്തെ, ആ നീക്കത്തെ എതിർക്കാൻ നമ്മുടെ കേരള പൊതുസമൂഹം കാണിക്കുന്നത്. സമസ്തയും സഭകളും സമുദായങ്ങളും സംഘടനാ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഇതിന് ശക്തമായ എതിർപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ചർച്ച എന്ന് പറയുന്ന പുതിയൊരു നയം നമ്മുടെ പൊതുസമൂഹത്തിലേക്ക്, പുതിയൊരു നയം സർക്കാർ എടുക്കുന്നതിന് മുമ്പേ ചർച്ചയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അതിന് ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്, യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, എന്തായാലും ഒരു മന്ത്രിസഭയിലോ അല്ലെങ്കിൽ ഒരു മുന്നണിയിലോ അല്ലെങ്കിൽ മന്ത്രിയുമായിട്ടോ കൂടി ആലോചിക്കാത്ത ഒരു കാര്യം വരുമ്പോൾ അതിൽ ആളുകൾ സംശയങ്ങൾ ഒരു പക്ഷേ പറയാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, തനിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ നിശ്ചയമായിട്ടും ഒരു പക്ഷേ എന്തെങ്കിലും ഒരു നിഗൂഢത കാണാതിരിക്കില്ല. തനിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നിഗൂഢത ഉണ്ടാവും. എന്നാൽ നമ്മളതിൽ നിഗൂഢത പറയുന്നില്ല, അതിലൊരു ഡീലൊന്നും നമ്മൾ പറയുന്നില്ല. ഏതായാലും നമുക്കറിയാം, ഈ വീര്യം കുറഞ്ഞ മദ്യം യാതൊരു കാരണവശാലും മദ്യപർക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് ഈ മദ്യപരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നയമാണ്. മദ്യപരെ സൃഷ്ടിച്ച് പുതുതലമുറയെ മദ്യാസക്തിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഇവർക്കൊക്കെ അറിയാം, ഒരു ഇതൊരു അടവ് നയമാണ്. അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം യുവതലമുറയെ ഈ പറയുന്ന റെഡി ടു ഡ്രിങ്ക് എന്ന് പറയുന്ന ഈ സംവിധാനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ അടുത്ത ഘട്ടം അത് അന്വേഷിക്കും, നിശ്ചയമാണ്. അത് അടുത്ത ഘട്ടം അന്വേഷിക്കുമ്പോൾ അത് വീര്യം കൂടിയ മദ്യമാണ്, വില കൂടിയ മദ്യമാണ്. അപ്പം നല്ലൊരു ശതമാനം ആളുകൾ ഈ വീര്യം കൂടിയ മദ്യത്തിലേക്ക് കടക്കും ഒരു കാലഘട്ടത്തിൽ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പരിഷ്കാരം. ആളുകൾക്ക് യഥേഷ്ടം എപ്പം വേണമെങ്കിലും 50 മില്ലിയുടെയോ 100 മില്ലിയുടെയോ പോക്കറ്റിലിട്ടുകൊണ്ടോ ബാഗിലിട്ടുകൊണ്ടോ കൊണ്ടു നടന്ന്
ഉപയോഗിക്കാൻ തക്ക വിധമുള്ള ഒരു സംവിധാനത്തിലേക്ക് ആലോചിക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു കഴിഞ്ഞു മദ്യത്തിന്റെ ഒരു നയം രൂപീകരിച്ചിട്ടില്ല. അങ്ങനെ ഒരു നയം രൂപീകരിക്കും എന്ന് ഞങ്ങൾക്ക് ആർക്കും പ്രതീക്ഷയില്ല. അഭിലാഷ് എഴുതി വെച്ചോളൂ ഇങ്ങനൊരു നയം VDS സർക്കാർ അബ്കാരി പോളിസി രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരിക്കില്ല. ഉണ്ടായാൽ വളരെ ശക്തമായ പ്രതിഷേധത്തെ ഈ VDS സർക്കാർ നേടേണ്ടി വരും. ഒരു കാര്യം കൂടി ഓർക്കുക, 1996 AK ആന്റണി ചാരായം നിരോധിച്ചു. AK ആന്റണി ചാരായം നിരോധിച്ചതിന് ശേഷം പിന്നീട് വന്ന യാതൊരു സർക്കാരുകൾക്കും ആ ചാരായ നിരോധനത്തെ അട്ടിമറിക്കാൻ സാധിച്ചിട്ടില്ല. 2016 ഉമ്മൻചാണ്ടി 29 ബാറുകൾ ഒഴികെ മറ്റു മദ്യശാലകളെല്ലാം അടച്ചുപൂട്ടി. അത് കഴിഞ്ഞ് പിന്നീട് വന്ന സർക്കാർ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും മാരക രാസലഹരികളുടെയും ഒക്കെ ഫലമായി ഉണ്ടാക്കിയ ഒരു ഡാമേജ് എത്രമാത്രമുണ്ട് എന്ന് നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ അന്ന് പ്രതിപക്ഷത്തിരുന്ന കക്ഷികളും ഒക്കെ തന്നെ ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് അനുഭവിച്ച് അറിഞ്ഞവരൊക്കെ തന്നെ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ പൊതുജനം മടുത്താണല്ലോ, സ്ത്രീജനം മടുത്താണല്ലോ ഇത്രയേറെ ഭൂരിപക്ഷം ഈ ഒരു സർക്കാരിന് കൊടുത്തത്, ഈ VDS സർക്കാരിന് കൊടുത്തത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത്രയേറെ അദ്ദേഹത്തെ VDSനെ മുഖ്യമന്ത്രിയാക്കാൻ കാണിച്ച ജനത്തിന്റെ ഒരു താല്പര്യം പോലെ തന്നെ ഈ പൊതുസമൂഹവും സംഘടനാ പ്രസ്ഥാനങ്ങളും സാമുദായിക പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ നയം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം കൂടി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇത്രയധികം ഒരു താല്പര്യത്തിലേക്ക് വന്നിട്ട് ഈ ബജറ്റിൽ അങ്ങനെ ഒരു നയം അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഒരു പക്ഷേ ഇതിന്റെ ഒരു ആദ്യ പടിയാകാം, ഒരു ടെസ്റ്റ് ഡോസ് ആകാം. അതുകൊണ്ട് തന്നെ ആരും എതിർക്കുന്നില്ല എങ്കിൽ അതങ്ങ് അങ്ങനെ പൊക്കോട്ടെ എന്നുള്ള ചിന്താഗതി ഉണ്ടാകാം. പക്ഷേ ഒരു കാരണവശാലും ബഹുമാനായ VD സതീശനെ ഞങ്ങൾക്കൊരു സംശയമില്ല, ഒരു ഡീല് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ സാധാരണഗതിയിൽ ഈ നയമൊക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ സംഘടനാ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ മന്ത്രിസഭയിലും അല്ലെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരും ഒക്കെ ആയിട്ടും ഒന്ന് കൂടി ആലോചിക്കുന്നത് നല്ലതാ. അതുണ്ടാവുന്നുണ്ട് എങ്കിൽ ആരും ഒരു സംശയത്തിന് വഴിയൊരുക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ അരുൺകുമാർ, പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആദ്യത്തെ അഴിമതി ആരോപണം മദ്യവിഷയത്തിലാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ ആ അഴിമതി ആരോപണം ഉന്നയിച്ചു. 2022-2023 വർഷത്തെ മദ്യനയത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീര്യം കുറഞ്ഞ മദ്യം വിപണനം ചെയ്യാം എന്ന ഒരു തീരുമാനമെടുക്കുകയും വിദേശ മദ്യചട്ടത്തിൽ അതിനനുസരിച്ച് ഭേദഗതി വരുത്തുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ കമ്പനിയുടെ അപേക്ഷ നികുതി നിശ്ചയിച്ചു തരണം, കുറഞ്ഞ നികുതി നിശ്ചയിച്ചു തരണം എന്ന കമ്പനിയുടെ അപേക്ഷ സ്വീകരിച്ചിരുന്നില്ല. നിങ്ങൾ ഭരണം വിട്ടൊഴിയും വരെ ആ അബ്കാരി ചട്ടം ഭേദഗതി ചെയ്തെങ്കിലും നടപ്പാക്കിയിരുന്നില്ല വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ. ഇപ്പോൾ ഈ സർക്കാർ ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നു. കഴിഞ്ഞ സർക്കാർ എടുക്കാത്ത തീരുമാനം ഈ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. അതിലിപ്പോ അഴിമതി ആരോപിക്കാൻ എന്ത് തെളിവാണുള്ളത്? ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മദ്യനയമില്ല, UDFന്റെ മദ്യനയം ആയിട്ടില്ല. എക്സൈസ് മന്ത്രി പറയുന്നു ഞങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയം രൂപപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു നയമില്ലാതെ എങ്ങനെ അത് ബജറ്റിന്റെ ഭാഗമായിട്ട് മാറും? എന്നാൽ ഞങ്ങളുടെ നയം വരട്ടെ, നയം വന്നിട്ട് അടുത്ത ബജറ്റിലോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലോ മന്ത്രിസഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നികുതി തീരുമാനിക്കാം എന്നല്ലേ സ്വാഭാവികമായിട്ടും എടുക്കേണ്ടത്? ഞങ്ങൾ 2022-23 ഇത്തരത്തിലൊരു നയം കൊണ്ടുവന്നു. അത് LDF ചർച്ച ചെയ്തു, മന്ത്രിസഭ ചർച്ച ചെയ്തു, നിയമസഭയിൽ അവതരിപ്പിച്ച് ചട്ടം ഭേദഗതി ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോയി. പക്ഷെ ഒരു ഘട്ടത്തിലും ലിക്കുറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആസക്തി കൂടിയതോ അല്ലെങ്കിൽ വീര്യം കുറഞ്ഞതോ കൂടിയതോ അതിലൊന്നും 251% നികുതിയിൽ കുറവ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. 100 രൂപയ്ക്ക് എല്ലാ തരത്തിലും ടാക്സ് വരെ അടയ്ക്കുന്ന ഉൽപാദന ചെലവുള്ള മദ്യം വാങ്ങിക്കണമെങ്കിൽ 351 രൂപ വേണം. അതിൽ 120 നികുതി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ഇതിനെ എതിർത്തവർ, അന്ന് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ എന്താ ചോദിച്ചേ? എത്ര കിട്ടി എക്സൈസ് മന്ത്രിക്ക്? ഈ എല്ലാ ഘട്ടത്തിലും അതിനെ എതിർത്തയാൾ ഒരു തരത്തിലും നയം ഭേദഗതി ചെയ്യാതെ അല്ലെങ്കിൽ ഒരു നയം രൂപീകരിക്കാതെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ അതിനു പിന്നിൽ എന്ത്? അതിനു പിന്നിൽ അഴിമതി അല്ലാതെ മറ്റൊന്നുമില്ല. UDF ചർച്ച ചെയ്തോ?
കോൺഗ്രസ് ചർച്ച ചെയ്തോ? എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ചർച്ച ചെയ്തോ? ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭ ഇത് അറിഞ്ഞോ? ഒരാളും അറിഞ്ഞില്ലല്ലോ. ഒരാളും അറിയാത്ത ഇല്ലാത്ത നയത്തിന്റെ പേരിൽ, രൂപീകരിക്കാത്ത നയത്തിന്റെ പേരിൽ എങ്ങനെ 131% ടാക്സ് കുറയും? അതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. അദ്ദേഹം മറുപടി പറഞ്ഞാൽ മതി. മദ്യ ലോബിയുടെ കത്ത് കിട്ടി, അല്ലെങ്കിൽ ഇതിന്റെ വേഗത അങ്ങ് ആദ്യം പറഞ്ഞല്ലോ. മന്ത്രിയായി, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ ഫയൽ മുന്നിൽ വരുന്നു, ഫയലിൽ തീരുമാനമെടുക്കുന്നു, ആ ഫയലിൽ ഇത്ര ചടുലതയോടെ ഇടപെടുന്നു. അതിന്റെ പിന്നിൽ എന്താണ് പ്രൊവോക്ഡ് ആയിട്ടുള്ള സാഹചര്യം, അല്ലെങ്കിൽ അതിന് ഹേതുവായ സാഹചര്യം, അത് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണ്. അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാത്തിനും എതിർത്തു. 3 കൊല്ലം LDF അത് നടപ്പാക്കിയില്ല. കാരണം ടാക്സ് കുറഞ്ഞാൽ അതിന്റെ സെയിൽ കൂടും, സെയിൽ കൂടിക്കഴിഞ്ഞാൽ ഉപഭോഗം കൂടും, വിൽപ്പനയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഉപഭോഗം കൂടും. അത് ചെറുപ്പക്കാരിലടക്കം മദ്യാസക്തി ഉണ്ടാക്കും. അതുകൊണ്ട് സ്പിരിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉപയോഗിക്കുന്ന ഏതു മദ്യമായാലും, അത് വീര്യം കുറഞ്ഞതായാലും കൂടിയതായാലും സമാസമമായാലും 251% എന്ന നികുതി എന്നതിൽ ഒരു കുറവും ഇവിടെ ഇല്ല. മറ്റത് പഴച്ചാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ഒരു നയം രൂപീകരിക്കാതെ എങ്ങനെ കോൺഗ്രസിന് ഇതിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു? അത് VD സതീശൻ വിശദീകരിക്കട്ടെ, കോൺഗ്രസ് പ്രതിനിധി വിശദീകരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞല്ലോ ഞങ്ങൾ ചർച്ച ചെയ്യും. LDFന്റെ കാലത്ത് ചർച്ചയില്ല, LDFന്റെ കാലത്ത് ഏകപക്ഷീയമാണ്. ഇത് ആരോടാണ് ചർച്ച ചെയ്തത്? ഒരു ബജറ്റിൽ ഇതിന്റെ ബജറ്റ് നിയമസഭ അംഗീകരിച്ചാൽ ഇത് നിയമമായില്ലേ? ബജറ്റ് അംഗീകരിച്ചാൽ ഇതനുസരിച്ച് ഏത് കമ്പനിക്കും ഇവിടെ വന്ന് മറ്റ് കച്ചവടം നടത്താൻ പാടില്ലേ? അന്നേരം പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പം നയം രൂപീകരിച്ചിട്ടല്ലേ ഇത് ബജറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്? ബജറ്റ് പാസ്സായി നിയമസഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇവരെ തടയാൻ കഴിയുക? അതുകൊണ്ട് വലിയ അഴിമതിയുടെ ഭാഗമായി വലിയ ഓഫറുകൾ സ്വീകരിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വന്നത്. ഇതിന് കോൺഗ്രസ് മറുപടി പറഞ്ഞേ പറ്റൂ. ശരി, CR നീലകണ്ഠൻ, വാക്കാണല്ലോ ഏറ്റവും പ്രധാനം എന്ന് ഓർമ്മിപ്പിക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹം മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഇപ്പോൾ കേരളത്തിലെ മിക്കവാറും ആളുകളൊക്കെ ഒന്നുകൂടി കേട്ടിട്ടുണ്ടാവും. വീര്യം കുറഞ്ഞ മദ്യം ടാക്സ് കുറച്ചു കൊടുക്കുന്നത് അഴിമതിയാണ് എന്ന് അദ്ദേഹം എടുത്തിട്ടുള്ള ഉറച്ച നിലപാടാണ്. പക്ഷെ അദ്ദേഹം ഭരണത്തിലെത്തിയപ്പോൾ അത് മറന്നിരിക്കുന്നു. അന്ന് എന്താണോ എതിർത്തത് അത് പ്രാവർത്തികമാക്കുന്നു. ഇപ്പോൾ കരിമണലിന്റെ വിഷയത്തിൽ, കരിമണൽ സമരപ്പന്തലിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുന്നുണ്ട്. ബജറ്റിൽ കരിമണലിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്, താങ്കൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വാക്ക് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയാറുള്ള മുഖ്യമന്ത്രിക്ക് ഭരണത്തിലെത്തുമ്പോൾ മുമ്പ് പറഞ്ഞ വാക്കുകളിൽ നിന്ന് വലിയ തോതിൽ വ്യത്യസ്തമായ പ്രവൃത്തികളിലേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഒന്നാമത്തെ കാര്യം, നേരത്തെ പ്രസാദ് കുരുവിള പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. UDFന് 102 സീറ്റ് കിട്ടിയതും സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായതും കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ മാത്രം, അല്ലെങ്കിൽ UDFന്റെ രാഷ്ട്രീയ ശക്തി കൊണ്ടല്ല. കേരളത്തിൽ വളരെ ശക്തമായ ഒരു സിവിൽ സമൂഹം ഉണർന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ആ സിവിൽ സമൂഹം പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിൽ മുമ്പ് ഇടതുപക്ഷത്തിന്, ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവർ പോലും ആ സിവിൽ സമൂഹത്തിന്റെ ഭാഗമായി. അവർ പെർമനന്റായി UDFന് വോട്ട് ചെയ്യും എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇത് ഇത്തവണ UDFന് വോട്ട് ചെയ്ത ആളുകളൊക്കെ അടുത്തവണ UDFന് വോട്ട് ചെയ്യും. അങ്ങനെ UDF എന്നല്ല പറയേണ്ടത്. കേരളത്തിൽ ശക്തമായൊരു സിവിൽ സമൂഹമുണ്ട്. ആ സിവിൽ സമൂഹം നേരത്തെ പറഞ്ഞതുപോലെ അതിൽ സാമൂഹ്യ ശക്തികളുണ്ട്, മറ്റ് പൊതു സംഗതികളുടെ സിവിൽ സമൂഹം എന്ന് തന്നെ പറയണേ, അതാണ് അതിന്റെ വേർഡ്. ആ സിവിൽ സമൂഹം പാർട്ടികൾക്ക് അതീതമാണ്, അവർ നിലപാടുകൾക്കൊപ്പമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു 3 കാര്യങ്ങൾ, 2 കാര്യം അഭിലാഷ് പറഞ്ഞല്ലോ, ഒന്നുകൂടി ഞാൻ ചേർക്കുന്നു. PM ശ്രീ, അതുപോലെ കരിമണലിന്റെ കാര്യം ഡീറ്റെയിൽ വന്നിട്ടില്ല, മദ്യത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇത്, ഈ 3 കാര്യവും അവരുടെ നിലപാടിനെതിരാണ് എന്നതുകൊണ്ട് ആ നിലപാടുകൾ തിരുത്തണം എന്ന് തന്നെയാണ് സിവിൽ സമൂഹത്തിന്റെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. അത് തിരുത്തണം, അത് തിരുത്താൻ കഴിയണം. ഇപ്പോൾ അഴിമതിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അഴിമതി 1000 ബാർ കേരളത്തിൽ തുറന്നപ്പോൾ ഒരു അഴിമതി ഉണ്ടായില്ല. രാത്രി 8 മണിയുള്ളത് 12 മണിയാക്കിയപ്പോഴും ഒരു അഴിമതി ഉണ്ടായില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോണില്ല. ആ തർക്കത്തിൽ ഞാൻ ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ തർക്കത്തിലല്ല. LDF തെറ്റ് ചെയ്തു എന്ന് തന്നെ വെക്കുക. LDF PM ശ്രീ ഒപ്പിട്ടു. LDF തെറ്റാണ് ചെയ്യുന്നത് LDF അംഗീകരിക്കില്ല ഞാൻ പറയും. ഇനി PM ശ്രീ തുടർന്നാൽ UDF തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയും. അത്രേ ഉള്ളൂ. അതാണ് സ്വതന്ത്ര നിലപാടെന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രൂവറി കൊണ്ടുവരാൻ നോക്കിയപ്പോൾ നമ്മൾ ശക്തമായി എതിർത്തു. അഭിലാഷിന് അറിയാലോ, എത്ര പ്രാവശ്യം മാതൃഭൂമി ചാനലിൽ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് പക്ഷെ LDFകാർ മിണ്ടിയില്ല. പിന്നെ ഈ ബ്രൂവറി വരാതായി. ഇത് ബ്രൂവറി മാത്രമല്ല അഭിലാഷെ, നിരവധി കാര്യങ്ങളിൽ അവിടെ ഒരു വ്യത്യാസം, ഒരു ധൈര്യം നമുക്കുള്ളത് നേരത്തെ പ്രസാദ് ഗുരുവിള സാറ് പറഞ്ഞ കാര്യം എന്താ, ഇവരെ കൊണ്ട് തിരുത്തിക്കും.
അതിന് ചർച്ച കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാവും. ബ്രൂവറിയുടെ കാര്യത്തിൽ എത്ര ചെയ്തു? കേരളയിൽ മുതൽ എന്തെല്ലാം കാര്യങ്ങൾ, ആശാസമരം. ഞാൻ പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹം ഉയർത്തിക്കാട്ടിയ വിഷയങ്ങളാ അത്. ആ വിഷയത്തിലേക്ക് വരാൻ LDF തയ്യാറാവില്ല. പക്ഷെ UDFന് അങ്ങനെ പോകാൻ കഴിയില്ല എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വിജയം ഏതെങ്കിലും വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെയോ അല്ല, കേരളത്തിലെ വിജിലൻ്റായ പൊതുസമൂഹമാണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പായി പറയുന്നു, ഈ നികുതിയാണ് വന്നത്. നികുതി അതിന് അഴിമതി ഉണ്ടൊക്കെ നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ഈ നികുതി, ഒരു ബഡ്ജറ്റിൽ ഒരുപാട് നികുതി നിർദ്ദേശം വരില്ലേ? അഭിലാഷ എത്ര നികുതി നിർദ്ദേശം റദ്ദാക്കണു? നികുതി കഴിയുമ്പോൾ, ആളുകൾ ചർച്ച കഴിയുമ്പോൾ ഇത് മാറ്റണം, ഇത് കൂട്ടണം, ഇത് കുറയ്ക്കണം എന്നൊക്കെ ബജറ്റിൽ വരും. അത് ബജറ്റിൽ ചർച്ച വരട്ടെ. ഇപ്പോൾ മന്ത്രിമാർ തന്നെ അതിനെതിരായി പറയുന്നു. പിന്നെ ഇന്നലെ ടെക്നിക്കലായി രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട്, ബജറ്റ് തയ്യാറാക്കുന്നത് ധനമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്. അത് ശരിയാണ്, ധനമന്ത്രി പ്രൊറോഗേറ്റീവാണ്. അതെല്ലാം മന്ത്രിസഭയിൽ ബജറ്റ് ചർച്ച ചെയ്യാറില്ല. കാരണം അത് കഴിഞ്ഞ് ബജറ്റ് വരുമ്പോൾ ബജറ്റിനെ കുറിച്ച് മന്ത്രിസഭ ചർച്ച ചെയ്യും, നിയമസഭ ചർച്ച ചെയ്യും, പ്രതിപക്ഷത്തിനും പൊതുസമൂഹത്തിനുള്ള അഭിപ്രായം വരും, ബജറ്റിൽ മാറ്റം വരും. ഒരുപാട് മാറ്റങ്ങൾ, നികുതി ഘടനയിൽ മാറ്റം, കൂട്ടല്, കുറയ്ക്കല്, മാറ്റലൊക്കെ ബജറ്റിൽ വരാറുണ്ട്. ഇത് ആദ്യത്തെ ഒന്നുമല്ല. ഈ ബജറ്റിൽ ഞാൻ പറയുന്നു, നാളെ ഈ ബജറ്റിന്റെ അന്തിമമാവുമ്പോൾ ഇത് പിൻവലിക്കാൻ കൃത്യമായ ബാധ്യത സതീശനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വളരെ വലുതായിരിക്കും. അത് LDFന്റെ ലൈനിലല്ല പോണ്ടത്. ഇപ്പം ഞങ്ങൾ വിമർശിച്ചപ്പോൾ, അന്ന് LDF വിമർശിക്കുമ്പോൾ ഞങ്ങൾ PM ശ്രീ വിമർശിച്ചപ്പോഴും കരിമണൽ വിമർശിച്ചപ്പോഴും ഇതൊക്കെ വിമർശിച്ചപ്പോഴും ഞങ്ങളെ ഒക്കെ വികസന വിരുദ്ധരും എന്താ പറയുക ദേശവിരുദ്ധരും ഒക്കെ ആയിട്ടാണ് പറഞ്ഞു. ഇവരങ്ങനെ പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കോൺഗ്രസ് അങ്ങനെ പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് വ്യത്യാസമുള്ളൂ. തീർച്ചയായും അവർ തിരുത്തി തന്നെ പോകണം. തിരുത്തി പോയില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. ശരി, തിരുത്തണം എന്ന് സിവിൽ സൊസൈറ്റി ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീ അനൂപ്, ഇതിപ്പോൾ സർക്കാരിന്റെ 2ാമത്തെ മാസമേ ആയിട്ടുള്ളൂ. സാധാരണ നിലയ്ക്ക് സർക്കാരുകൾക്കൊരു ഹണിമൂൺ പീരീഡ് ഉണ്ടല്ലോ. ആദ്യത്തെ 6 മാസമൊക്കെ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കട്ടെ എന്ന ഒരു ആനുകൂല്യം എല്ലാവരും, മാധ്യമങ്ങളും പ്രതിപക്ഷവും സിവിൽ സൊസൈറ്റിയും ഒക്കെ കൊടുക്കാറുണ്ട്, സാംസ്കാരിക പ്രവർത്തകരൊക്കെ. പക്ഷേ ഈ സർക്കാർ അധികാരമേറ്റി 2ാമത്തെ മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളിൽ ടേണുകൾ വേണ്ടി വന്നു എന്ന് ആലോചിക്കൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപിതമായിരിക്കുന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറാക്കുന്നു, പിൻവലിക്കുന്നു. PM ശ്രീ പദ്ധതിയിൽ എന്താണോ പറഞ്ഞത് അതിന് നേരെ എതിരായ കാര്യങ്ങൾ, ഫണ്ട് വേണ്ടേ എന്ന ചോദ്യവുമായി നടപ്പാക്കാൻ ഒരുങ്ങുന്നു. മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിച്ചു. മദ്യത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു, കരിമണലിന്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു. ഒരു സർക്കാർ ഈ ഭരണത്തിന്റെ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഇത്രയധികം വിപ്രതിപത്തി സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് എന്ത് എന്നുള്ളത് കൗതുകമുള്ള ഒരു കാര്യമാണ്. അഭിലാഷേ, അതിനെ അങ്ങനെ കാണേണ്ടതില്ല. 1 മാസത്തിനകം തന്നെ ഞങ്ങളത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഓഡിറ്റിന് ഞങ്ങൾ വിധേയമായി ഞങ്ങൾ തിരുത്തുന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവായി കാണണമെന്നേ. ഞങ്ങൾ ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ച് പറയുന്ന കാര്യം എന്താ? അദ്ദേഹം ഒരു നിലപാടെടുത്താൽ തല പോയാൽ ഉറച്ചു നിൽക്കുമെന്നൊക്കെ പറയുന്നത് അതൊരു ഫ്യൂഡൽ മനസ്ഥിതിയാണെന്നേ. ജനാധിപത്യത്തിൽ നമ്മളൊരു തീരുമാനമെടുത്താൽ അതിനെക്കുറിച്ച് എതിർപ്പുകൾ വരുമ്പോൾ പുനഃപരിശോധനയ്ക്ക് തയ്യാറാവുക എന്ന് പറയുന്നതിനെ അങ്ങനെ മോശമായി കാണേണ്ടതില്ല. ഇപ്പോൾ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? തെറ്റുപറ്റി, തിരുത്തി. അതിനകത്ത് ദുരഭിമാനത്തിൻ്റെ ഒരു പ്രശ്നവുമില്ല. ഇനി ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അങ്ങ് തന്നെ അരുൺകുമാറിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തിന് പറയാൻ മറുപടിയില്ല. നിയമസഭയ്ക്കകത്ത് ആർക്കും എന്ത് ഉന്നയിക്കാം. നിയമസഭാ അംഗത്തിന് പ്രിവിലേജ് ഉണ്ട്. ആർക്കറിയാത്തത്? കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉന്നയിക്കാം. പുറത്ത് വന്ന് പത്രസമ്മേളനത്തിൽ പറയട്ടെ, തെളിവുകൾ നിരത്തട്ടെ. അഴിമതി എന്ന വാദം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോ ഉയർത്തിയതാണ്. എന്തിന് LDF സർക്കാർ ഇതിന് അനുമതി കൊടുത്തില്ല? അല്ല, VD സതീശൻ പറഞ്ഞത് അദ്ദേഹം അന്ന് അഴിമതി എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് അദ്ദേഹം അഴിമതി എന്ന് അന്ന് പറഞ്ഞ കാര്യം ഇന്ന് അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അഴിമതി എന്ന് അപ്പുറത്തുള്ളവരും പറയില്ലേ? VD സതീശൻ നിയമസഭയ്ക്ക് അകത്ത് മാത്രമല്ലെന്നേ, പുറത്ത് പറഞ്ഞിട്ടില്ലേ? ഇവിടെ കൃത്യമാണ്. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പ്രസാദ് കുരുവിളയെ പോലെ അദ്ദേഹം പോലും പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് തിരുത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. CR നീലകണ്ഠൻ അദ്ദേഹം പറഞ്ഞു സിവിൽ സൊസൈറ്റിയുടെ പ്രതിനിധാനമാണ്. കേരളത്തിൽ സിവിൽ സൊസൈറ്റിയുടെ അസ്തിത്വത്തെ, അതിൻ്റെ ശക്തി അംഗീകരിക്കുന്ന ആളുകളാണേ. ഞങ്ങൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ CR നീലകണ്ഠൻ പറഞ്ഞാൽ അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടി വിരുദ്ധനായി പ്രഖ്യാപിക്കില്ല, അദ്ദേഹത്തിന് നിക്ഷിപ്ത താല്പര്യം എന്ന് പറയില്ല. അത്തരം അഭിപ്രായങ്ങൾ കൂടി കേട്ടുകൊണ്ടായിരിക്കും അന്തിമമായി ഇത്തരം ഒരു നിലപാടിലേക്ക് എത്തുക. ബജറ്റ് എന്ന് പറയുന്നത് നികുതി നിർദ്ദേശമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്തരം നികുതി നിർദ്ദേശങ്ങൾ എത്രയോ പ്രാവശ്യം മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ, ബഹുമാന്യനായ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ധനകാര്യമന്ത്രിയുടെ മാത്രം ഒരു ഏരിയയാണ്. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ചകൾ വരും, പല അഭിപ്രായങ്ങൾ വരും.
അതിനകത്ത് തിരുത്തലുകൾ വേണ്ട സാഹചര്യത്തിൽ തിരുത്തലുകൾ ഉണ്ടാവും. അതിന് ജനാധിപത്യപരമായി തന്നെ ഒരു ഗവൺമെന്റ് എന്നുള്ളതിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും. അക്കാര്യത്തിൽ ശ്രീ അനൂപ്, ഇപ്പോ രമേശ് ചെന്നിത്തലയുടെ ഇന്നലത്തെ വാചകം ചർച്ച ചെയ്ത് നമുക്ക് ഈ കാര്യത്തിൽ ഇനിയും മാറ്റം വരുത്താമല്ലോ എന്ന് രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞു. കെ സി വേണുഗോപാൽ പറഞ്ഞു ചില ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്, ആ ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്, നയപരമായ തീരുമാനങ്ങൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന കെ സി വേണുഗോപാൽ പറഞ്ഞു, AICCയുടെ ജനറൽ സെക്രട്ടറി. ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇത് പറയുന്നു. ബജറ്റിലെ പ്രഖ്യാപനത്തിന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാർട്ടി ഈ കാര്യത്തിൽ ഇതാണ് ചെയ്യേണ്ടത്, തിരുത്തണം എന്ന് സർക്കാരിനോട് പറയുമോ? അല്ല, അത് പാർട്ടി അതിനകത്ത് ഉചിതമായ തീരുമാനം, ഇപ്പം നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചു, കെ സി വേണുഗോപാൽ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, പാർട്ടിക്കകത്ത് ചർച്ചയുണ്ടാവും. അതിനാരും നിഷേധിക്കില്ല. VD സതീശനും അറിയാം, മുഖ്യമന്ത്രിക്കും അറിയാം, പാർട്ടിക്കകത്ത് ചർച്ച ഉണ്ടാവുന്നേ. ഇപ്പോൾ VM സുധീരന് ഉയർത്തിയ ചില ആശങ്കകൾ, VM സുധീരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനകത്ത് KPCCയുടെ മുൻ പ്രസിഡന്റ് മാത്രമല്ല, അദ്ദേഹത്തിന് കേരളീയ പൊതുസമൂഹത്തിനകത്ത് വലിയ സ്ഥാനമുള്ള നേതാവാണ്. ഈ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനടക്കം അദ്ദേഹത്തിനൊരു പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തെ വീട്ടിലേക്ക് പോയി കണ്ടു പറഞ്ഞത് എന്താ, എന്നെ ശാസിക്കാൻ അധികാരമുള്ള നേതാവാണെന്നാ. അങ്ങനെ ശാസിക്കാൻ അധികാരമുള്ള നേതാക്കന്മാരുണ്ട്, അഭിപ്രായം പറയാൻ ആർജവമുള്ള നേതാക്കന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി യുഗത്തിൽ നിന്ന് ഈ ഭരണത്തെ വ്യത്യസ്തമാക്കുന്നേ. ഞങ്ങളുടെ ആളുകൾ VM സുധീരനെ പോലുള്ള ആളുകൾ അഭിപ്രായം പറയും, അതിനൊക്കെ പരിഗണിക്കുന്നേ. അഭിപ്രായം പറഞ്ഞ ആളുകളെ പിണറായി വിജയനെതിരെ കേരളത്തിലെ CPM-ൽ ഒരു നേതാവ് അദ്ദേഹത്തിൻ്റെ ഒരു നടപടിക്കെതിരെ കഴിഞ്ഞ 10 വർഷം കമ എന്നൊരു അക്ഷരം പറഞ്ഞ ഒരു സന്ദർഭം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അതിന്റെ ഫലമാണ് പിണറായി അനുഭവിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അഭിപ്രായങ്ങൾ ഉണ്ടാവും. VM സുധീരൻ അഭിപ്രായം പറയും, ഈ പറയുന്ന പ്രസാദ് കുരുവിള അഭിപ്രായം പറയും, CR നീലകണ്ഠൻ അഭിപ്രായം പറയും. ഞങ്ങൾ അതിനെയൊന്നും പാർട്ടി വിരുദ്ധമോ സർക്കാർ വിരുദ്ധമോ ആയി കാണില്ല. ഞങ്ങളത് പരിശോധിക്കും, ഉചിതമായ തീരുമാനമെടുക്കും, ജനാധിപത്യപരമായ സ്പിരിറ്റിൽ അതിന് ഉൾക്കൊള്ളും. ശരി, ഓക്കെ, എനിക്കൊരു ഇടവേള വേണം, ഇടവേളയ്ക്ക് ശേഷം വേണം ചർച്ചയിലേക്ക് വേണം. ഷാരുൺ കുമാർ, ഇപ്പോൾ UDF പ്രതിനിധികളോട്, അതിപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളോട് മാത്രമല്ല നേതാക്കളോട് സംസാരിക്കുമ്പോഴും അവർ ആ തിരുത്തലിന്റെ സൂചന നൽകുന്നുണ്ട്. ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്തല്ലോ, ചർച്ച നടക്കുന്നു, ശരി, ആ നികുതി നിർദ്ദേശം അനുയോജ്യമായില്ല എന്ന ഒരു വികാരമുണ്ടെങ്കിൽ അത് പിൻവലിച്ചേക്കാം എന്ന് പറയുമ്പോൾ അതവിടെ കഴിയുകയാണല്ലോ. ബജറ്റിൽ ഇങ്ങനെ ടാക്സേഷൻ സംബന്ധിച്ച് ഒരു പ്രപ്പോസൽ വന്നു, അത് പിൻവലിക്കുന്നു, ശരി, പിൻവലിച്ചാൽ പിന്നെ എന്താണ് പ്രശ്നം? ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി രണ്ടാം ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ 6-7 തവണയാണ് സഖാവ് പിണറായി വിജയൻ, പിണറായി അങ്ങനെ, പിണറായി ഇങ്ങനെ, ഇത് ജീവിതകാലം മുഴുവൻ സഖാവ് പിണറായി ആക്രമിക്കുക എന്നതാണ് ഇവരുടെ രീതി. ഉയർന്നു വരുന്ന വിഷയത്തിന്റെ മെറിറ്റ് കളയാൻ, ഗൗരവം കളയാൻ സ്ഥിരമായി കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ ഉപയോഗിക്കുന്ന രീതിയാണ്. സഖാവ് പിണറായി വിജയനെ ആക്രമിച്ചു കഴിഞ്ഞ് 4 ചീത്തയും പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഏകാധിപതിയാണെന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിന്റെ മെറിറ്റ് പോകും എന്ന രൂപത്തിലുള്ള ഒരു പ്രതീതി ജനിപ്പിക്കൽ. അദ്ദേഹം എന്താ പറഞ്ഞേ, ഞങ്ങൾ തിരുത്തുകയാണെങ്കിൽ, ഒറ്റ കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി നികുതി ഒന്ന് വർദ്ധിപ്പിച്ചു. ഇപ്പൊ എക്സ്ക്ലൂസീവായിട്ട് ധനകാര്യമന്ത്രി ചെയ്യുന്ന ഒരു ഇടപെടലാണല്ലോ ബജറ്റ്. അതിൽ കൂടിയാലോചന ഉണ്ടായില്ല, അല്ലെങ്കിൽ അതിന്റെ വിവരങ്ങൾ ലീക്ക് ചെയ്യേണ്ട സപ്പോസ് വിചാരിക്കുന്നു. നികുതി വർദ്ധിപ്പിച്ച് വരുമാനം കൊണ്ടുവരാനാണോ ഇവിടെ ശ്രമിച്ചേ? കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാകുവാനും മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുവാനും വേണ്ടി 131% നികുതി കുറച്ചു കൊടുക്കുകയാണ്. ആ കുറച്ചു കൊടുക്കാൻ കോൺഗ്രസിന്റെ തീരുമാനമില്ല, UDF-ന്റെ തീരുമാനമില്ല, ലീഗിന്റെ തീരുമാനമില്ല, അതുപോലെ AICCയുടെ തീരുമാനമില്ല, KC വേണുഗോപാലിന്റെ തീരുമാനമില്ല, ആരുടെയും തീരുമാനമില്ല, എക്സൈസ് വകുപ്പ് അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നികുതി ഇത്ര കുറച്ചു കൊടുത്ത് ഈ മദ്യ കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കണം എന്ന ഒരു തീരുമാനം എങ്ങനെ ശ്രീ VD സതീശൻ എടുക്കും? എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഏതോ ഒരു പ്രകോപനം നിർത്തുക, അല്ലെങ്കിൽ അതിന് ഉപോത്പലകമായിട്ടുള്ള ഒരു കാര്യമില്ലേ? അതാണ് ഇവിടുത്തെ ചോദ്യം. അത്തരത്തിലൊരു കാര്യം ചെയ്യണമെങ്കിൽ നികുതി വർദ്ധിപ്പിക്കലല്ലോ, കുറയ്ക്കല്ലേ, ലാഭമുണ്ടാക്കി കൊടുക്കുന്ന കമ്പനിക്കല്ലേ, കേരളത്തിനല്ലല്ലോ. ഉപഭോഗം വർദ്ധിപ്പിക്കല്ലേ. ഇപ്പൊ മദ്യവിരുദ്ധ സമിതി അടക്കം നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ആവശ്യം നിരന്തരമായി കുറച്ചു കൊണ്ടുവരണം, ഉപഭോഗം വർദ്ധിക്കല്ലേ. കൃത്യമായി 131% കുറയ്ക്കണം, 1-2% അല്ല. എന്നിട്ട് തിരുത്തുകയാണെങ്കിൽ, ഞങ്ങളത് പരിശോധിക്കുകയാണെങ്കിൽ പോസിറ്റീവ് അല്ലേ എന്ന്. ഇവിടെ ഈ ഹണിമൂൺ പീരീഡിൽ തന്നെ അളിയനെ കൊണ്ടുപോയി നിയമിച്ചല്ലോ. ആ സമയത്ത് അളിയൻ രാജിവെച്ചപ്പോൾ പ്രശ്നം തീർന്നു. UDF-ന്റെ കാലത്താണെങ്കിൽ ആ നിയമിച്ച മന്ത്രി, അല്ല LDF-ന്റെ കാലത്താണെങ്കിൽ ആ നിയമിച്ച മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എത്ര മാധ്യമ ചർച്ചകൾ ഇവിടെ നടക്കുമായിരുന്നു, എത്ര UDF-ന്റെ സമരം നടക്കുമായിരുന്നു. ഇപ്പത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജിവെച്ചല്ലോ. ഇപ്പൊ എങ്ങനെയാണ് പ്രതിയുടെ വക്കീൽ വാദിയുടെ വക്കീലായി വന്ന് സ്ഥാനമേറ്റത്? 24 മണിക്കൂർ ഈ ഡോക്യുമെന്റ് ഒക്കെ പരിശോധിക്കാൻ അവസരം കിട്ടിയത്? പിന്നെ പരിശോധനയില്ല, രാജിവെച്ചല്ലോ.
അപ്പോ വി ഡി സതീശൻ നികുതി കുറച്ച് കൊടുത്തല്ലോ. ഇപ്പൊ ബജറ്റ് ഈ ആഴ്ച പാസ്സാവും. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ ആർക്കാണ് ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക? നിയമസഭ പാസ്സാക്കിയല്ലേ ബജറ്റ്. അപ്പോ ആദ്യം ചോദിച്ച ചോദ്യം റെലവന്റ് ആണ്. ആദ്യം ഒരു മദ്യനയം പ്രഖ്യാപിക്കണം. ആ മദ്യനയം അവർക്ക് ബന്ധപ്പെട്ട ഘടകങ്ങളിലെല്ലാം ചർച്ച ചെയ്യണം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂള് ഭേദഗതി എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്യണം. എന്നിട്ടാണ് ബജറ്റ് അലോക്കേഷൻ. എന്നിട്ടാണ് ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നികുതി നിർദ്ദേശം. അവസാനത്തെ കാര്യം ആദ്യം ചെയ്തു. ഒറ്റ പ്രശ്നമുണ്ട്. ഈ റൂള് ഭേദഗതി ചെയ്യണം മദ്യനയം പ്രഖ്യാപിച്ചതിന് ശേഷം എന്ന് പറഞ്ഞല്ലോ. അതിപ്പോ 2023 നിങ്ങളുടെ കാലത്തെ മദ്യനയം പ്രഖ്യാപിച്ച് റൂള് ഭേദഗതി ചെയ്തു. ടാക്സ് ഫിക്സ് ചെയ്തില്ലെന്നേ ഉള്ളൂ. അതിപ്പോ UDF വന്നപ്പോ അവർ ചെയ്തും കൊടുത്തു. അത് പറ്റില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് ടാക്സ് കുറയ്ക്കാത്തത്? അന്ന് ടാക്സ് ലിക്വർ ഉപയോഗിക്കുന്നതാണെങ്കിൽ, സ്പിരിറ്റ് ഉപയോഗിക്കുന്നതാണെങ്കിൽ, ഏത് അളവിലുള്ള സ്പിരിറ്റ് ആണെങ്കിൽ പോലും, മദ്യത്തിന്റെ അളവാണെങ്കിൽ പോലും അത് 251% നിന്ന് കുറയ്ക്കാൻ പാടില്ല എന്ന തീരുമാനമാണ് അന്നുണ്ടായിരുന്നത്. അത് പല ഘട്ടത്തിൽ സമ്മർദ്ദം വന്നു, ഫയൽ വരുന്നു, അപേക്ഷ വരുന്നു. ഞങ്ങൾ 3 കൊല്ലം അത് ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കൊടുത്താൽ പോരെ, എന്നാൽ പിന്നെ ഞങ്ങൾ കുറയ്ക്കാത്തത് എന്താ? അത് ഇവിടെ ഉപഭോഗം കൂടും എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ആദ്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിയമസഭ ചോദിച്ചില്ലേ, എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷം വി ഡി സതീശൻ പറഞ്ഞ്? ഇവിടെ നികുതി ഭീകരതയാണ്, പെട്രോൾ ഡീസൽ വില വർധനവ് വന്നാൽ സംസ്ഥാന നികുതി കുറയ്ക്കണം. അങ്ങനെ പറഞ്ഞ് ആവശ്യപ്പെട്ട ആൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. 4 തവണയായി 8 രൂപ വർദ്ധിപ്പിച്ചു. എന്തിയെ കുറയ്ക്കാത്തത്? പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെ കുറയ്ക്കാൻ പറ്റില്ല, ഇവിടെ കുറയ്ക്കാം. അതാണ് ഏറ്റവും വലിയ താരതമ്യം. 2, നമ്മൾ പറഞ്ഞല്ലോ PM ശ്രീയുടെ കാര്യം ഇവിടെ പറഞ്ഞു. അതിനുശേഷം നമുക്കറിയാം ഇവിടെ PSCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ എന്തൊക്കെ ആരോപണം, നുണപ്രചരണ കഴിഞ്ഞ 5 വർഷം നടത്തിയേ. ഈ തവണ എക്സ്റ്റെൻഡ് ചെയ്ത് 2-ാം ദിവസം അങ്ങ് പിൻവലിച്ചില്ലേ? മോഡിഫിക്കേഷൻ, യുവജനങ്ങളെ പറ്റിച്ചില്ലേ ജൻസിയെ? എന്നിട്ട് ഇപ്പോ യുവജനങ്ങൾ ചെറിയ ലൈറ്റ് ഫിറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി തള്ളുക. 10,000-കണക്കിന് രൂപ ഫൈൻ വന്ന സാഹചര്യം. അതുപോലെ ഇപ്പൊ കണ്ടില്ലേ പവർ ഫെയിലിയർ, പവർ കട്ടല്ല, വാക്കുകളൊക്കെ മാറി. മോഡിഫിക്കേഷൻ മാറ്റിയിട്ട് ഇപ്പൊ അറ്റകുറ്റപ്പണിയായി മാറി. അറ്റകുറ്റപ്പണി എന്ന പുതിയ വാക്ക് വന്നിരിക്കുന്നു. എല്ലാ രംഗത്തും മാറ്റമല്ലേ നമ്മൾ കണ്ടു. മറ്റു വകുപ്പുകളിലേക്ക് കടക്കുന്നില്ല. ആരോഗ്യ വകുപ്പിലേക്ക് കടക്കാൻ കഴിയില്ല. അതുപോലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടക്കാൻ കഴിയില്ല. എന്തൊക്കെ പ്രചരണം നടക്കുന്നത്? പാമ്പിനെ ചവിട്ടിയത് കൊണ്ടല്ലേ ICUവിന്റെ വാതൊക്കെ വെച്ച് പാമ്പ് കടിച്ചത് എന്ന് മന്ത്രി ചോദിക്കുകയല്ലേ? അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ എരണം കെട്ടവൻ കേരളം ഭരിക്കുമ്പോഴാണ് നിമയുണ്ടായി എന്ന് പറഞ്ഞ ആളുടെ അവസ്ഥ നമ്മുടെ മുന്നിൽ ഇല്ലേ? ഗവൺമെന്റ് മാറിയത് ആന അറിഞ്ഞില്ലെന്ന് പറയുന്ന നമ്മൾ കണ്ടില്ലേ? വനം വകുപ്പ് മന്ത്രിയെ നമ്മൾ കണ്ടില്ലേ? ഇപ്പൊ ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇനി തിരുത്തൽ വരുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. UDF ആകുമ്പോ പിരുത്തിയാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മറിച്ച് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാരണമായ സാഹചര്യങ്ങൾ വി ഡി സതീശൻ തന്നെ, അദ്ദേഹം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ വിവരിക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KMRL, ഒറ്റ മിനിറ്റ് മതി, KMRL, കെൽട്രോൺ, അതുപോലെ തന്നെ NFDEC, അവർക്കെല്ലാം അവസരം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യമായിരുന്നില്ലേ? പൊതുമേഖല ശക്തിപ്പെടുത്തുന്നു, പൊതുമേഖലയ്ക്ക് അവസരം, അതോടൊപ്പം സ്വകാര്യ മേഖലയ്ക്കുമാകാം, സ്വകാര്യ പങ്കാളിത്തമാകാം. ഇപ്പോഴെന്താ? സ്വകാര്യ മേഖലയ്ക്ക് മാത്രം മതി. എന്താണോ വി ഡി സതീശൻ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായി 35 ദിവസത്തിനുള്ളിൽ ഈ കേരളത്തിൽ എത്രയോ സാഹചര്യം നടന്നു. അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഇത് മലക്കം മറക്കലാണ്. ഫുൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ്. ഇത് കേരളത്തെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, ഒരുപാട് വലിയ ആരോപണങ്ങൾ കോൺഗ്രസ് തന്നെ മറുപടി. അതിന് മുമ്പ് ശ്രീ പ്രസാദ് കുരുവിള, നമ്മൾ ആഗോള തലത്തിൽ തന്നെ മദ്യത്തിന്റെ ഉപഭോഗം നോക്കിയാൽ യുവ തലമുറയ്ക്കിടയിൽ മദ്യം അത്ര പോപ്പുലർ അല്ല, അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നാണ് പഠനങ്ങൾ. അതിപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന പഠനങ്ങൾ മാത്രമല്ല, ആഗോള തലത്തിൽ തന്നെ ജെൻസി തലമുറ മുൻ തലമുറകളെ അപേക്ഷിച്ച്, അവർ തീരെ കുടിക്കുന്നില്ലെന്നല്ല, മുൻ തലമുറകളെ അപേക്ഷിച്ച് മദ്യത്തിൽ ഒരു അഭയം കണ്ടെത്തുന്നത് കുറഞ്ഞു വരികയാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അതേസമയം തന്നെ അതിനോട് ചേർത്ത് പറയുന്ന ഒരു കാര്യം, ഈ റെഡി ടു ഡ്രിങ്ക് ആൽക്കഹോൾ, റെഡി ടു ഡ്രിങ്ക് കോക്ടൈൽസ് ഒക്കെ അതേസമയം തന്നെ അതിൻ്റെ വിൽപ്പന ഉയർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലെ, ഇന്ത്യയിലെയൊക്കെ യുവ തലമുറ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 18-25 വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകളൊക്കെ സാധാരണ നിലയ്ക്ക് പണ്ടൊരു 20 കൊല്ലം മുമ്പ് മദ്യത്തിലേക്ക് വഴിതിരിഞ്ഞതോ ഇപ്പോൾ അങ്ങനെ പോകുന്നില്ല. മറിച്ച് അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്സ് കണ്ടെത്തുന്നുണ്ട്. അവർ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെയുള്ള അവരുടേതായ നിലയിൽ നിൽക്കുമ്പോൾ, മദ്യത്തിലേക്ക് പോവാതിരിക്കുമ്പോൾ ഇത് പുതിയ നിലയ്ക്ക് അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന വിധത്തിൽ വലിയ മദ്യപാനികളാവാതെ തന്നെ ഒരു ഈസി ഡ്രിങ്കായി, സാധാരണ അവർ കുടിക്കുന്ന സോഡ പോലെ, അതല്ലെങ്കിൽ ഫ്രൂട്ടി പോലെ, കോക്ക് പോലെ ഉള്ള ഒരു ഡ്രിങ്കായി അവർക്കൊരു പക്ഷേ അത് ആ നിലയ്ക്ക് ഇത് റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം എന്നൊരു സാമൂഹികമായ ആശങ്ക കൂടിയുണ്ട്. ടാക്സ് ഒരു പക്ഷേ 130-ൽ നിന്ന് 251 ആക്കിയാൽ ഈ അഴിമതി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമായിരിക്കാം. പക്ഷെ നയത്തിൽ ഈ റെഡി ടു ഡ്രിങ്ക്, ഇത്തരത്തിലുള്ള ലോ ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണിയിലേക്ക് വരുന്നത് ഗുണകരമാകുമോ എന്ന ചർച്ച കൂടി വേണ്ടേ?
തീർച്ചയായിട്ടും അഭിലാഷേ, എനിക്ക് ആ ഒരു പ്രതികരണത്തിന് മുമ്പ് ഈ അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില പ്രതികരണം കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയ പ്രതികരണം നടത്താതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ 29 ബാറുകൾ മാത്രമുണ്ടായിരുന്ന ആ സ്ഥാനത്തു നിന്ന് 900-ലധികം ബാറുകളും അതിലേറെ മദ്യശാലകളും ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിന്റെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു പ്രതിനിധി തന്നെയാണ് ഈ ഒരു പ്രതികരണം നടത്തുന്നത്. ഒപ്പം തന്നെ ഞാൻ ഓർക്കുന്നു, ആദ്യത്തെ പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ ഈ 55 ബെഫ്കോ ഔട്ട്ലെറ്റുകൾ ഇവർ അനുവദിച്ചത് പഴയ ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ 55 ബെഫ്കോ മദ്യശാലകൾ അനുവദിച്ചിട്ടുണ്ട്. ചരിത്രം നോക്കിയാൽ അത് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് ഈ 30 ദിവസത്തെ കുറിച്ച് പറയേണ്ട, നയമായി വരുന്നുള്ളൂ. പിന്നെ അഭിലാഷ് സൂചിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഈ കുട്ടികള്, ജൻസികള് ഇപ്പോ ഈ മദ്യത്തിലേക്ക് കടക്കുന്നില്ല, മറ്റ് ലഹരികൾ തപ്പിപ്പോകുന്നു. അതാണൊരു പുതിയൊരു യുഗമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും അത് നമുക്കറിയാം, ഈ പുതിയ മദ്യം വരുമ്പോൾ, അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. ഈവൻ നമ്മുടെ പെൺകുട്ടികൾ പോലിലേക്ക് ആകർഷിക്കപ്പെടും. അത് യാതൊരു സംശയവും വേണ്ട. പിന്നെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഈ തൂഫാൻ പോലുള്ള ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള ശക്തമായ പദ്ധതികൾ നടപ്പിലാക്കി അതിനെ അടിച്ചൊതുക്കി മുമ്പോട്ട് നീങ്ങുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്നുള്ളൊരു കുറവ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ തലമുറ ഈ പുതിയ മദ്യപാനത്തിലേക്ക്, വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് കിടക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് മദ്യാസക്തി ഒരു രോഗമാണെന്ന്. 1956 ലോകാരോഗ്യ സംഘടന പറഞ്ഞു മദ്യാസക്തി ഒരു രോഗമാണ്. അത് വീര്യം കുറഞ്ഞ മദ്യം കഴിച്ചാലും വീര്യം കുറഞ്ഞ ലഹരി കഴിച്ചാലും അത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു പ്രവണത മനുഷ്യനുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വീര്യം കൂടി മറ്റ് മദ്യങ്ങളിലേക്കും വീര്യം കൂടി ലഹരിയിലേക്കും പോകും. അതാണ് MDMA പോലെയുള്ളതും ഹൈബ്രിഡ് കഞ്ചാവ് പോലുള്ള മാർഗ രാസലഹരികളുമൊക്കെ നമ്മുടെ ഇളം തലമുറ ഉപയോഗിക്കുന്നത് വളരെ ഗുരുതരമായ അപകടകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് UDF-ന്റെ നയമാണ് 96-ലും 2016-ലും ഒക്കെ എടുത്ത മദ്യനയവും ലഹരി നയവുമായിട്ട് ബന്ധപ്പെട്ട് നിശ്ചയമായിട്ടും UDF-ന്റെ, അത് ഒരു രാഷ്ട്രീയ മുന്നണിയോടുള്ള സപ്പോർട്ടൊന്നും അല്ല. ഒരു ജനകീയ നടപടികൾ, ക്ഷേമ നടപടികൾ നടപ്പാക്കുമ്പോൾ, അല്ലെങ്കിൽ ലഹരിക്കെതിരെ ശക്തമായ അടിച്ചൊതുക്കൽ നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് KCPC മദ്യവിരുദ്ധ സമിതിയും CR നീലകണ്ഠൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയായിരിക്കും. സർക്കാരിനോടുള്ള ഒരു സപ്പോർട്ടല്ല. തെറ്റ് വന്നാൽ തിരുത്തൽ ആവശ്യപ്പെടും, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുക. മുൻ ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തതുപോലെ ഓരോ വർഷവും ബെഫ്കോ ഔട്ട്ലെറ്റുകൾ അല്ലെ മദ്യശാലകളുടെ എണ്ണം 10% വെച്ച് കുറയ്ക്കുക. ഈ UDF-ന്റെ അജണ്ടയിലുള്ളതാണല്ലോ, UDF-ന്റെ പ്രകടന പത്രികയുള്ള കാര്യങ്ങളാണല്ലോ. അതങ്ങ് പാലിച്ചു പോയാൽ മതി. പുതിയ നയമൊന്നും വരില്ലെന്നേ. ശരി, UDF-ന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നയം അങ്ങോട്ട് പ്രാബല്യത്തിൽ വരുത്തുകയോ അല്ലെ നയത്തെ ഘട്ടം ഘട്ടമായിട്ട്, ഇനി ഞങ്ങൾ പറയുന്നു ഈ 900-ലധികം ബാറുകളും 5777 കള്ളുഷാപ്പുകളും ഒക്കെ വീണ്ടും LDF സർക്കാർ തിരിച്ചു കൊണ്ടുവന്നപ്പോ, മദ്യനയത്തെ അട്ടിമറിച്ചപ്പോ ഇനി ഒറ്റയടിക്ക് ഈ ഒരു നിരോധനത്തിന് സാധിക്കില്ല. അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട്, ഇനിയും പറയുന്നു ഘട്ടം ഘട്ടമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ആദ്യം തുടങ്ങിയതുപോലെ 10% വെച്ച് കുറയ്ക്കുക. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് ഈ VDF സർക്കാരും അങ്ങനെ ഒരു നടപടിയിലേക്ക് കിടക്കട്ടെ. ശരി, 100% ഉറപ്പാണ് വീണ്ടും തുടർഭരണം UDF-ന് നേടാം, യാതൊരു സംശയവും വേണ്ട. ശരി, ഘട്ടം ഘട്ടമായി മദ്യം ലഭ്യത കുറയ്ക്കണം എന്നുള്ളതാണ് മദ്യവിരുദ്ധ സമിതിയുടെ മറ്റൊക്കെ ആവശ്യം. സർക്കാരിന് അക്കാര്യത്തിലൊക്കെ പ്രായോഗികമായ സമീപനങ്ങളാവും ഉണ്ടാവുക. നമുക്കതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ CR നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ആരോപണം നിലവിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്നലെ ഓസ്ട്രിയൻ ടീം അർജന്റീനയുടെ ഗോൾ മുഖത്ത് നടത്തിയതിനേക്കാൾ വലിയ പ്രസ്സിംഗ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഭരണ കേന്ദ്രങ്ങളിൽ. അവർ അത്രയധികം സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സർക്കാർ 3 കൊല്ലവും ആ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടുണ്ടായിരുന്നില്ല. മുമ്പത്തെ സർക്കാർ അവർ
അനുകൂലമായ ഒരു സമീപനം, നികുതി കുറയ്ക്കുന്ന കാര്യത്തിൽ അനുകൂലമായ ഒരു സമീപനം എടുത്തിരുന്നില്ല. 251% നികുതിയാണ് എങ്കിൽ അത്രയും ഉയർന്ന വിലയിൽ ഇത്തരം ഡ്രിങ്ക്സ് വാങ്ങില്ല എന്നുള്ളതായിരുന്നു ഈ കമ്പനിയുടെ പ്രശ്നം. അതുകൊണ്ടാണ് അവർ നികുതി കുറയ്ക്കാൻ അത്രയും സമ്മർദ്ദം ചെലുത്തിയത്, നികുതി കുറഞ്ഞ നിലയിൽ കേരള മാർക്കറ്റിലേക്ക് വരാൻ. എത്ര വേഗത്തിൽ കഴിഞ്ഞ 3 കൊല്ലം നടക്കാതിരുന്ന കാര്യം 30 ദിവസം കൊണ്ട് നടന്നു എന്നുള്ളതൊരു പ്രശ്നമാണല്ലോ. അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അടുത്ത ഘട്ടം. പക്ഷേ അതെന്തുകൊണ്ട് എന്ന കാര്യം, അത് കേവലം നയത്തിൽ വന്നൊരു മാറ്റം എന്നുള്ളതിനപ്പുറത്ത് ഒരു പ്രധാനപ്പെട്ട കമ്പനി നടത്തിയ പ്രസിംഗ് എങ്ങനെ വിജയിച്ചു എന്നുള്ളതും ആലോചിക്കപ്പെടേണ്ടതല്ലേ? അല്ല, തീർച്ചയായും മദ്യ കമ്പനികളുടെ സമ്മർദ്ദം എല്ലാ കാലത്തും എല്ലാ ഗവൺമെന്റുകളുടെ മേലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു രഹസ്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രൂവറിയുടെ കാര്യത്തിൽ എന്തൊക്കെ ഒയാസിസിന്റെ PR ആയിട്ടല്ലേ MP രാജേഷ് ഇവിടെ സംസാരിച്ചത്. നമ്മളതൊക്കെ സംസാരിച്ച കാര്യമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രശ്നം അതല്ല, മദ്യ കമ്പനികളുടെ സമ്മർദ്ദം ഉണ്ടാവും. അതിനെ അതിജീവിക്കേണ്ടത് രാഷ്ട്രീയമായാണ്. ഇപ്പൊ നേരത്തെ എനിക്ക് തമാശ തോന്നി അരുൺകുമാർ പറഞ്ഞപ്പോൾ, ശ്രീമതി ടീച്ചറുടെ മരുമകൾ 5 വർഷവും അവിടെ ഇരുന്നു, ഒരു പ്രശ്നം ഉണ്ടായില്ല. അന്ന് വിമർശനം ഉന്നയിച്ചിട്ടൊന്നും ആരും മാറിയൊന്നുമില്ല. PM ശ്രീ ആരും അറിയാതെ പോയി ഒപ്പിട്ടു, അതും അവിടെ മാറിയില്ല. അതൊരു ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞ ഒരു കടലാസ് കൊടുത്തു എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അപ്പൊ മന്ത്രിസഭ അറിയാതെ ഒക്കെ ചെയ്യുന്ന ആളുകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ VD സതീശനും അത് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ ബജറ്റ് തിരുത്താൻ ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ ബജറ്റ് മാത്രം പോരല്ലോ, കാരണം UDFന്റെ മറ്റു സമ്മതവും വേണമല്ലോ. അങ്ങനെ വരുമ്പോൾ അത് തിരുത്തപ്പെടുക തന്നെയാണ് ചെയ്യുക. അതിന്റെ പിന്നിൽ ഇപ്പോൾ ഞാൻ പറയാം, VD സതീശന് തന്നെ അറിയാലോ ഇത് അത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളല്ലേ, അദ്ദേഹം എതിർത്ത ആളല്ലേ. VM സുധീരൻ ഇവിടെ ഇല്ലേ, KCBC ഇവിടെ ഇല്ലേ, ഇവിടെ ഇത്ര ആളുകളില്ലേ. ഒരു പക്ഷേ നമ്മളെ വാദത്തിന് വേണ്ടി നടന്നെങ്കിൽ നടന്നോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തെറ്റ് എന്ന് ഞാൻ പറയുള്ളൂ. ഇത് നടക്കില്ല എന്ന് എൻ്റെ സാമാന്യ ബുദ്ധി വെച്ച് VD സതീശനും അറിയാം, ബക്കാടിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു ചർച്ച വരുമ്പോൾ അതിന് ഒഴിഞ്ഞു പോകേണ്ടി വരും. ഞാൻ കണക്കാക്കുന്ന അങ്ങനെ തന്നെയാണ് കേരളത്തിൽ. അതാ ഞാൻ നേരത്തെ അനൂപ് പറഞ്ഞൊരു കാര്യത്തിൽ വ്യത്യാസം പറഞ്ഞ്. ഇപ്പൊ PM ശ്രീ ഇവിടെ ആരും അറിയാതെ രാത്രി പോയി ഒപ്പിട്ടു, മന്ത്രിസഭയോട് പറഞ്ഞു ഒപ്പിട്ടിട്ടില്ല. മന്ത്രിസഭയോട് ഒരു മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല, എന്നിട്ട് ആ സാധനം ഒപ്പിട്ടേക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാണ്. ഇനി ഒരു കാര്യം കൂടി, ഇതിൽ നികുതി കൂട്ടി എന്നതുകൊണ്ട് മദ്യപാനം കുറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നികുതി കൂട്ടിയാലും കാശ് കൊടുക്കാനുള്ള കൊടുത്തിട്ട് പോകും. പിന്നെ ഇപ്പോൾ റെഡി ടു ഡ്രിങ്കിനുള്ള ഗുണം എന്താ? റെഡി ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാർ അന്വേഷിച്ച് പോകണ്ട, വഴിയിൽ പോകണ്ട, എവിടെ നിന്നും വാങ്ങി കുടിക്കാം. അങ്ങനെ വാങ്ങി കുടിക്കാവുന്ന അവസ്ഥ വന്നാൽ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്, അങ്ങനെ കുടിക്കാവുന്ന അവസ്ഥ വന്നാൽ ഇത്തിരി കാശ് കൂടുതൽ കൊടുത്താലും കുടിക്കുമെന്ന്. MDMAക്ക് കാശ് കൊടുക്കാവുന്ന ആളുകൾ പിന്നെ ഇതിന് കാശ് കൊടുക്കാനാണ് പ്രശ്നം. അപ്പം അതുകൊണ്ടല്ല, പക്ഷേ മദ്യപാന ശീലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരും. അത് ഈ ഡ്രിങ്കന്നൊരു ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇങ്ങനൊരു സാധനത്തിൻ്റെ ഇവിടെ ആവശ്യമില്ല. അതാണ് അതിൽ വരേണ്ടത്, അതാണ് നയത്തിൽ വരേണ്ടത്. അല്ലാണ്ട് റൂൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നികുതി കൂട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒന്നും ഒരു കഥയില്ല. റൂൾ ഉണ്ടാക്കിയെങ്കിൽ അത് റൂള് റദ്ദാക്കണം. അങ്ങനെ ഒരു റൂൾ ഇവിടെ വേണ്ട. UDFന്റെ മദ്യനയത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഇല്ല എന്ന് തന്നെ പ്രഖ്യാപിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, VD സതീശൻ ഇതിൽ നിന്ന് കാശ് മേടിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അതിൽ പറയാനും ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 100,000 ബാർ കൊടുത്തപ്പോൾ കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണ്ടേ? അതൊക്കെ പോട്ടെ, ആ തർക്കത്തിലേക്ക് ഞാനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായി പറയാൻ കഴിയും, ഇത് റദ്ദാക്കപ്പെടുക തന്നെ വേണം. ഇതിൽ നിന്ന് 5 പൈസ ബക്കാടി കൊടുക്കേണ്ടി വരില്ല ആർക്കും. ശരി, വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ് KCBC മദ്യവിരുദ്ധ സമിതിയും CR നീലകണ്ഠനെ പോലെയുള്ള ആളുകളുമൊക്കെ. ഷാനൂപ്, ആ ശുഭാപ്തി വിശ്വാസം നടക്കുമോ നാളെ? മുമ്പ് ഇതുപോലെ ബാറുകളുടെ വിഷയത്തിൽ ബാറുകളുടെ ഈ 29 ബാറിലേക്ക് ചുരുക്കൽ എന്ന പ്രക്രിയ വളരെ സ്വാഭാവികമായി നടന്നതല്ല. മറിച്ച് ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ ഈ ബാറുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച ഒരു തർക്കം വന്ന് ഒരു വിഭാഗം ബാറുകൾക്ക് അനുമതി നിഷേധിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ അതിശക്തമായ നിലപാടെടുത്തപ്പോൾ, ഈ നിലവാരം ഇല്ലാത്ത ബാറുകളെ സംബന്ധിച്ച് നിലപാടെടുത്തപ്പോൾ അതിന്റെ വാശിക്ക് ഉമ്മൻചാണ്ടി എന്നാ പിന്നെ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ച ഒരു ഘട്ടം നമ്മൾ 2014-15 കാലഘട്ടത്തിൽ കണ്ടതാണ്. 5 സ്റ്റാർ ഒഴികെയുള്ള എല്ലാ ബാറും നിർത്തലാക്കുന്ന ഒരു അവസ്ഥ. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ വർഷം 10 കഴിഞ്ഞു, 10-12 കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ റെഡി ടു ഡ്രിങ്ക് അല്ലെങ്കിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറഞ്ഞ മദ്യത്തിൽ ഇത്രയധികം വിമർശനങ്ങൾ ഉയർന്നതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി മോഡൽ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ നാളെ? ഇനി ഇതൊന്നും വേണ്ടാന്ന് തീരുമാനിച്ചളയോ? എന്നോടാണോ? അഭിലാഷേ, ഞാനതിലേക്ക് അങ്ങ് പറഞ്ഞതിലേക്ക് വരാം. അതിനു മുൻപ് ഈ ചർച്ചയിൽ അരുൺകുമാർ പറഞ്ഞത് എന്താ? ഒരു വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരാതെ പിണറായി വിജയനെ ആക്രമിക്കുന്നതെന്നാണ്. ഞാനങ്ങനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിച്ചു കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം
പിണറായി വിജയൻ വിമർശന വിധേയനാകുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത്, മുന്നണിക്കകത്ത്, പൊതുസമൂഹത്തിനകത്ത് വിമർശിക്കുന്ന ആളുകളെ പാർട്ടി വിരുദ്ധരായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് എന്താ, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, അതിപ്പോൾ പിണറായി വിജയനായാലും VD സതീശനായാലും വിമർശനം എന്ന് പറയുന്നത് സ്വാഭാവികതയാണെന്നാ ഞങ്ങളതിനെ സ്വാഭാവികമായി കാണും. എനിക്ക് ആവർത്തന ഭയമുണ്ട്, പക്ഷേ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ്. VD സതീശൻ പിണറായി വിജയൻ അല്ല. VD സതീശൻ സ്റ്റാലിനിസ്റ്റ് ലെഫ്റ്റാണ്. അല്ല, പിണറായി വിജയൻ സ്റ്റാലിനിസ്റ്റ് ലെഫ്റ്റാണ്. VD സതീശൻ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണെന്ന് പറയുന്ന ആൾക്ക് വിമർശനത്തിനുള്ള സ്പേസ് അനുവദിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അനൂപ്, ഇപ്പോൾ ഒരു 6 മാസം കൂടിയൊക്കെ പിണറായി വിജയനെയും കഴിഞ്ഞ സർക്കാരിനെയൊക്കെ താരതമ്യം ചെയ്തും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയും. അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ജനം ആ ഒരു ആനുകൂല്യവും തരില്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ പ്രഖ്യാപിച്ച നയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് പിണറായി വിജയന്റെ കഴിഞ്ഞ സർക്കാരിന്റെ ഒക്കെ കാര്യം പറഞ്ഞു വേണമെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാം. പക്ഷേ ഒരുപാട് കാലം അങ്ങനെ പോകാൻ പറ്റില്ല എന്ന ബോധ്യം എന്തായാലും ഈ സർക്കാരിനെ നയിക്കുന്നവർക്ക് ഉണ്ടാവുമല്ലോ. അഭിലാഷേ, 6 മാസം വേണ്ട, ഇപ്പോൾ പോലും ഞങ്ങൾക്ക് അത്ര ഒരു ആനുകൂല്യം ആവശ്യമില്ലെന്നേ. ഞങ്ങൾ ഈ തിരുത്തിയ കാര്യം, ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ബഹുമാന്യനായ CR തന്നെ പറഞ്ഞു. ഈ പറയുന്ന മന്ത്രിയുടെ അളിയനെ, അദ്ദേഹം ഇതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആയ ആളാ, യോഗ്യനായ ആളാ. പക്ഷേ ഇത്തരം വിമർശനങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പിൻവലിച്ചു. PK ശ്രീമതിയുടെ മരുമകൾ 5 വർഷവും തുടർന്നു. എന്നിട്ടാണ് പറയുന്നത്, അങ്ങനെ വിമർശനം വന്നാൽ നിങ്ങൾ പിൻവലിച്ചാൽ അത് വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിൽ അരുൺകുമാറെ അത് വലിയ കാര്യമാണ്. തിരുത്താനുള്ള സന്നദ്ധത എന്ന് പറയുന്നത് ജനാധിപത്യത്തിനകത്ത് വലിയ കാര്യമാണ്. നിങ്ങൾക്കത് ശീലമില്ലാത്തതുകൊണ്ടാണെന്നേ. നിങ്ങളെന്താ പറയുക, പിണറായി വിജയൻ ഒരു തീരുമാനമെടുത്താൽ തല പോയാലും തിരുത്തില്ല. ഇപ്പം നിങ്ങളുടെ പാർട്ടിയുടെ തല പോയി, തലയില്ലാത്ത തെങ്ങായി നിങ്ങളുടെ പാർട്ടി മാറി. തിരുത്താത്തതുകൊണ്ടാ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പഠിക്കുന്നേ. ഞങ്ങൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. VM സുധീരൻ പറയും, പാർട്ടിക്ക് പുറത്തുള്ള CR നീലകണ്ഠൻ പറയും, പ്രസാദ് കുരുവിള ഉൾപ്പെടെയുള്ള ആളുകൾ പറയും. ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന്, സിവിൽ സൊസൈറ്റിക്ക് ഞങ്ങളെക്കുറിച്ച് ഇപ്പോഴും ആ പ്രതീക്ഷയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വേറൊരു കാര്യം, അഴിമതിയുടെ കാര്യം പറഞ്ഞു. ഇപ്പം ബെക്കാഡിയെ കുറിച്ച് പറയുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, ബെക്കാഡിക്ക് ബ്രാൻഡ് ലൈസൻസ് കൊടുക്കേണ്ട എക്സൈസ് വകുപ്പാ. M. ലിജു അതിൻ്റെ മദ്യനയം തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഈ അഴിമതി നിങ്ങൾ ആരോപിക്കുമ്പോഴും അഴിമതി നടത്താനുള്ള സാഹചര്യം, ആ ലൈസൻസ് ഇവിടെ കൊടുക്കപ്പെട്ടിട്ടില്ലെന്നേ. അത് മദ്യനയം തീരുമാനിക്കപ്പെട്ടതിന് ശേഷം സമഗ്രമായൊരു മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ കമ്പനി, അതിൻ്റെ ബ്രാൻഡ് മദ്യം കേരള വിപണിയിൽ അതിന് അനുമതി ലഭിക്കുക എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെടുന്നുള്ളൂ. അല്ല, ഈ ടാക്സ് ഫിക്സ് ചെയ്തത് ഷാനൂബ്, ടാക്സ് ഫിക്സ് ചെയ്തത് ബക്കാഡി കമ്പനിയുടെ അപേക്ഷ അനുവദിച്ചുകൊണ്ടാണ്. അപ്പം മുഖ്യമന്ത്രി, ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ബ്രാൻഡ് വേണമെന്ന് എക്സൈസ് മന്ത്രി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഇത് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു സർക്കാരാണ്. എല്ലാ കാലത്തും ധനകാര്യമന്ത്രിയെ സംബന്ധിച്ച് ബജറ്റിനെ കുറിച്ച് അങ്ങനെ ബജറ്റിന് മുമ്പ് ഒരു കൂട്ടായ ചർച്ചയൊന്നും നടക്കാറില്ല. വകുപ്പുകൾ നിർദ്ദേശങ്ങൾ കൊടുക്കും. പിന്നെ ഈ പറയുന്ന നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നികുതി നിർദ്ദേശങ്ങളിൽ പല ഗവൺമെൻറ്റുകളും പിന്നോട്ട് പോയിട്ടുണ്ട്, പല ഗവൺമെൻറ്റുകളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണെന്നേ. ഞങ്ങൾ ഈ പറയുന്ന ചർച്ചയെ പോലും വളരെ പോസിറ്റീവായി കാണുന്നു. CPM-നെ സംബന്ധിച്ചത് സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുകയാണെന്നേ. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് വളരെ തുറന്നമായ സമീപനാണ്. ഇപ്പോൾ VM സുധീരനെ പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ എന്നെ ശാസിക്കാൻ അധികാരമുണ്ട് എന്ന് പറഞ്ഞ അത്തരമൊരു ധാർമ്മിക അധികാരമുള്ള നേതാവ് പോലും പരസ്യമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാണ്. ഇപ്പം ഞങ്ങളിവിടെ ഇദ്ദേഹം പറഞ്ഞു, അത് ഞാൻ തിരുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞെന്താ, KC വേണുഗോപാലിൻ്റെ അനുമതിയില്ലാത്ത നയമാണെന്ന്. KC വേണുഗോപാലൊന്നും സർക്കാരിൻ്റെ ഈ പറയുന്ന ഇന്റേണൽ കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ നയമാണ്. കരിമണലുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിക്കൊരു നയമുണ്ട്. അത് KC വേണുഗോപാലിൻ്റെ വ്യക്തിപരമായ നയമല്ല. സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ, അതിന്റെ ഖനന നീക്കങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി രാജ്യത്തുടനീളം നടത്തുന്ന അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണെന്നേ. രാഷ്ട്രീയ നിലപാടിന്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ ഞാൻ ചരിത്രം ആവർത്തിക്കുമ്പോൾ ഒന്നാണ് ഉറ്റുനോക്കുന്നത്. നേരത്തെ ഉമ്മൻചാണ്ടി ബാർ പൂട്ടിയ അത് 2014-2015 കാലത്താണെങ്കിൽ AK ആന്റണി ഇതുപോലെ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ കരിമണൽ ഖനനത്തിന് അനുമതി നൽകി. VM സുധീരൻ ഇതുപോലെ വലിയ പ്രതിഷേധം നടത്തി. അന്ന് VM സുധീരനും MA ബേബിയും എല്ലാം കൂടി ചേർന്ന് മനുഷ്യ മതിലൊക്കെ ഉണ്ടാക്കി. ആലപ്പുഴയിൽ ആഴ്ചകൾക്കുള്ളിൽ ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ ഞങ്ങളുടെ നയം ഇതാണ് എന്ന് പറയുമ്പോൾ ഒരു തീരുമാനം എടുക്കുകയും പാർട്ടിക്കകത്ത് തന്നെ പ്രതിഷേധം ഉണ്ടാവുകയും 2 ആഴ്ച കഴിയുമ്പോൾ പിൻവലിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ഇതിങ്ങനെ പരമ്പരയായി തുടർന്ന് വരുന്നതാണോ പാർട്ടി നിലപാട്? അല്ല, അത് AK ആന്റണി അതിനെ അങ്ങനെ തന്നെ കാണണ്ട അഭിലാഷ്. AK ആന്റണി അത്തരമൊരു തീരുമാനം എടുക്കുമ്പോൾ അദ്ദേഹവുമായി ആത്മബന്ധമുള്ള നേതാവാണ് VM സുധീരൻ. അത് വിമർശനം ഉന്നയിച്ച VM സുധീരനെ ശത്രുപക്ഷത്ത് നിർത്തി ആ നിലപാടിന് എതിരെ പുറംതിരിഞ്ഞ് നിൽക്കുകയല്ലോ. അതിനെതിരെ പ്രതിഷേധമുണ്ടാകുന്നു, പൊതുസമൂഹത്തിൻ്റെ സമരമുണ്ടാകുന്നു. ആ സമരമുഖത്ത് VM സുധീരനുണ്ടാകുന്നു. ആ സമരം ഉന്നയിക്കുന്ന താല്പര്യങ്ങളെ വളരെ പോസിറ്റീവായിട്ട് AK ആന്റണി കാണുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്നേ.
AK ആന്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഇപ്പോൾ VD സതീശനായാലും ഞങ്ങളുടെ സർക്കാരുകളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഡയലോഗും ഡിബേറ്റും ഡിസ്കഷനും തന്നെയാണ്. എടുത്ത തീരുമാനത്തിൽ തല പോയാലും ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ രീതിയേ അല്ല. അരുൺകുമാർ അതിനെ പോസിറ്റീവായി കാണണം. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒന്നാണതേ. നിങ്ങളങ്ങനെ തല പോയാലും തിരുത്താത്തതുകൊണ്ടാണ് നിങ്ങളുടെ തല പോയത്. അരുൺകുമാറിന്റെ ഒരു പ്രതികരണം, അങ്ങനെ എടുത്ത തീരുമാനത്തിൽ തല പോയാലും ഉറച്ചു നിൽക്കുമെന്ന വാശിയൊന്നുമില്ല, ഞങ്ങൾ തിരുത്തും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോ ആദ്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗോളടിച്ച ആള് മെസ്സി എന്ന് പറഞ്ഞതുപോലെ, ഏറ്റവും കൂടുതൽ റണ്ണടിക്കുന്ന ആള് വൈഫ് ഓഫ് സൂര്യവംശി എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ ഏറ്റവും കൂടുതൽ നിലപാട് മാറ്റി ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തുന്നയാളായിട്ട് VD സതീശൻ മാറുന്നു. അതിന്റെ ഉദാഹരണം നമ്മൾ കുറെ പറഞ്ഞു ഇവിടെ. അത് 35 ദിവസത്തിനിടയിലാണ്. ഓന്തു വരെ തോറ്റുപോകും. ഒരു നിലപാട് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഭരണപക്ഷത്ത് വരുമ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള നിലപാട്, അതെല്ലാം തിരുത്തി അദ്ദേഹം തന്നെ പറയുന്ന ഒരു അവസ്ഥ, എന്നിട്ട് വന്നിട്ടുള്ള ന്യായീകരണം. ആ ന്യായീകരിക്കുമ്പോൾ എത്ര തവണയാണ് ശ്രീ പ്രസാദ് കുരുവിളയെയും ശ്രീ CR നീലകണ്ഠനെയും കോൺഗ്രസ് പ്രതിനിധി കോട്ട് ചെയ്യുന്നത്? അവരൊക്കെ പറയുന്നത് കേൾക്കും, അവരൊക്കെ പറയുന്നു. ഇപ്പുറത്ത് നിൽക്കുന്നവരോ ശ്രീ പ്രസാദ് കുരുവിള പറയാണ് ഭരണ തുടർച്ച തന്നെ UDFന് കിട്ടും. എന്നാൽ ഇപ്പൊ VD സതീശൻ എടുത്ത ഈ കോൺഗ്രസ് ആലോചിക്കാതെ, UDF ആലോചിക്കാതെ എടുത്ത ഈ നികുതി ഇളവ് കൊടുത്തത് ശരിയോ തെറ്റോ എന്ന് പറയാൻ KCBCക്ക് ധൈര്യമുണ്ടോ? പറഞ്ഞോ അവര് പറയുന്ന ഭരണ തുടർച്ചയിലേക്ക് കിട്ടും നയം. ഒരു കാര്യം അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? 2011 മുതൽ 16 വരെ UDF ഭരിച്ച കാലം, അതിനുശേഷം LDF ഭരിച്ച കാലം, മദ്യത്തിന്റെ ഉപഭോഗത്തിന്റെ കണക്കൊന്നെടുത്തു നോക്കിയേ. നിങ്ങൾ പറഞ്ഞു 29 ബാറായിട്ട് ചുരുക്കി. ആ ചുരുക്കുമ്പോഴും ഒരു വർഷമുള്ള മദ്യത്തിന്റെ ഉപഭോഗം 244.33 ലക്ഷം കേസുകളാണ് അന്ന് ഒരു വർഷം. LDF ഭരിക്കുമ്പോഴോ അത് 229.82 ലക്ഷം കേസ്. അതായത് ഇവിടെ ബാറുകളുടെ എണ്ണക്കം നിൽക്കുമ്പോഴും മദ്യത്തിന്റെ ഉപഭോഗം കുറഞ്ഞാണ് വന്നത് LDFന്റെ ഭരണകാലത്ത്. ഞാൻ കണക്കയച്ചു തരാം, നമുക്ക് ഡിബേറ്റ് ആക്കാം. ഇപ്പോഴേ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഭരണ തുടർച്ച UDFന്. ഇത്ര വലിയ തോന്നിവാസം, ജനങ്ങളെ ഉറ്റിക്കൊടുക്കുന്ന, നയം തിരുത്തുന്ന, അതോടൊപ്പം തന്നെ മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുന്നവരെ വെള്ള പൂശാൻ ഇറങ്ങി വന്ന് അങ്ങ് പൂശി കൊടുക്കുന്നത് കാണുക. അതുകൊണ്ട് ഈ പൂശലൊക്കെ ഒരു 5-6 മാസം പോകും. എല്ലാത്തിനും LDFനെ കുറ്റം പറയാം, പിണറായി കുറ്റം പറയാം. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി നിന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ കച്ചവടം, അത് ഖനനമായാലും മദ്യ കച്ചവടമായാലും മദ്യ ലോബിക്ക് ചൂട്ടുപിടിക്കുന്ന നയമായാലും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം, പ്രതികരണം LDFന്റെ ഭാഗത്തുനിന്ന് വരും. അഭിലാഷ്, ഒരു മിനിറ്റ്. ശരി, ഒരു ഇടവേള എടുക്കണം, പെട്ടെന്ന് പറയൂ. ഇവിടെ അരുൺകുമാർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ നിന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണെന്നാ. സ്വാശ്രയ പ്രശ്നത്തിൽ നാട് മുഴുവൻ സമരം ചെയ്ത് പിണറായി വിജയന്റെ മകളെ അമൃതാനന്ദമയുടെ കോളേജിൽ അയച്ച ആളുകളാ. അതൊന്നും വിസ്തരിക്കേണ്ട അഭിലാഷേ. നിങ്ങൾ നടത്തിയ നിലപാട് മാറ്റങ്ങളുടെ നീണ്ട ചരിത്രം വേണമെങ്കിൽ എന്നെ ഞാൻ തരാം. നിങ്ങൾ തിരുത്തിയത് ഞാൻ പറഞ്ഞുതരാനേ. ഇടവേള അത്യാവശ്യമാണ്. അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യും. ചർച്ചയിലേക്ക് വീണ്ടും നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമായിരിക്കുന്നു. അതുകൊണ്ട് പരമാവധി ചുരുക്കി. CR നീലകണ്ഠൻ, UDFനെ സംബന്ധിച്ച് VM സുധീരന്റെ ഒക്കെ ഒരു കോർ ഇഷ്യൂസ് ആയിട്ട് കാണുന്ന ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ മദ്യം, ഫോർ എക്സാമ്പിൾ, അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിവാദമായതാണ്. കരിമണൽ, AK ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഒക്കെ ചർച്ചയായ വിഷയമാണ്. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ, ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഒക്കെ വരുന്നത് പോലെയല്ല, ആദ്യത്തെ മാസങ്ങളിൽ തന്നെ വളരെ സെൻസിറ്റീവായ, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഘടകവിരുദ്ധമായ നിലപാടെടുക്കുക എന്ന് പറയുന്നത് ആശ്ചര്യമുണ്ടാക്കുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും ആശ്ചര്യം ഉണ്ടാക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞ വ്യത്യാസം. നിലപാടുകൾ, ഇവരുടെ നിലപാട് തെറ്റാണെങ്കിൽ, അരുൺകുമാർ പറയുന്ന പോലെയല്ല, നിലപാട് തെറ്റാണെന്നും ഇത് തിരുത്തണമെന്നും മാറ്റണമെന്നും തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഈ 3 വിഷയത്തിൽ കരിമണൽ, ഇപ്പൊ കർത്താവിന്റെ കരിമണൽ കമ്പനിക്ക് വേണ്ടി മാസപ്പടി വാങ്ങി എന്നുള്ള വാദം ഇപ്പോഴും നിൽക്കുകയാണ് കേരളത്തിൽ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു മദ്യത്തിന് ഉപഭോഗം കുറഞ്ഞു എന്ന്. ബാറിന് എണ്ണം കൂടി മദ്യത്തിന് ഉപഭോഗം കുറയുന്നത് അരുൺകുമാറെ, നമ്മളൊക്കെ മറ്റേ പച്ചവെള്ളം കുടിച്ചല്ലേ ഇവിടെ ജീവിക്കണേ. കാരണം മദ്യം, ബാറുകൾ വന്നാൽ മദ്യം ബിവറേജസിന്റെ എണ്ണം വിൽപ്പന കുറയും. കാരണം അവിടെ കള്ളമദ്യം വിൽക്കുന്നുണ്ട്. കള്ളമദ്യമാണ് ബാറിൽ വിൽക്കണെന്നുള്ളത് ആർക്കറിയാത്ത. അതുകൊണ്ട് തന്നെയാണ് ബാറ് കൂടുതൽ വന്നാൽ മൊത്തം ഉപഭോഗം നിങ്ങളെ കണക്കിൽ കുറയും. കാരണം ടാക്സ് കിട്ടുന്ന സാധനം കിട്ടില്ല. ടാക്സ് അടയ്ക്കാതെ കൊണ്ടുവന്ന മദ്യം ബാറുകളിൽ വിൽക്കുന്നു എന്നത് ഒരു രഹസ്യമേ അല്ല. അതുകൊണ്ട് ബാറ് കൂടിയാൽ ഇത് കുറയും, മൊത്തം മദ്യവിൽപ്പന കണക്കിൽ കുറയും. കാരണം അത് ബാറിൽ നിന്നവരെല്ലാം മേടിക്കുന്നത്. ഞാൻ അത് പോട്ടെ. ഇനി ഇവിടെയും ഞാൻ പറയുന്നത് സതീശനല്ല, ഇനി വേറെ ആരാണെങ്കിലും ഒരു തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയണം.
അത് പറയണം. ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ടപ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലത്തോ അരുൺകുമാറിനെ പോലെ ഒരാൾ ഇതുപോലെ ചാനലിൽ വന്നിരുന്നു ഒരു പ്രാവശ്യം പറഞ്ഞില്ലല്ലോ, പറയാൻ പറ്റിയില്ലല്ലോ. എന്താ പറയാൻ പറ്റാഞ്ഞേ? ഇപ്പോൾ മറ്റേ ഒയാസിസിൻ്റെ കാര്യത്തിൽ നിരവധി കാര്യങ്ങൾ ഉദാഹരണം പറയാം. നിങ്ങൾക്ക് തന്നെ ദോഷകരമായി എന്നുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങളുടെ പാർട്ടി തന്നെ അംഗീകരിച്ച കാര്യങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്ന് ഇത് ശരിയല്ല സഖാവേ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് ഒരു ഇടതുപക്ഷക്കാരൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഇതാവില്ല LDFന്റെ സ്ഥിതി. അവിടെയാണ് പ്രശ്നം. അത് വേണം. ട്രംപിനെതിരായി സംസാരിക്കുന്ന റിപ്പബ്ലിക്കന്മാർ അവിടെ അവരുടെ അമേരിക്കന്മാർ ഇതിലുണ്ട്. അതുപോലെ ലേബർ പാർട്ടി പ്രധാനമന്ത്രിക്കെതിരായി ലേബർ പാർട്ടിയിലെ ആളുകൾ പറയുന്നു. അതാ ജനാധിപത്യം. ഒരു പാർട്ടിയിലുള്ളവർക്ക് എന്ന് പറയാം. ഒരു പാർട്ടിയിലായിപ്പോയി എന്നുള്ളതുകൊണ്ട് എല്ലാം അംഗീകരിക്കേണ്ട ന്യായീകരിക്കേണ്ട ഒരു ജോലിയും നമുക്കില്ല. നമുക്ക് ഒരു പാർട്ടി ഇല്ലാത്തതുകൊണ്ട് ആരെയും ന്യായീകരിക്കേണ്ട കാര്യം. ശരി, എന്തായാലും നാളെ തിരുത്തുമോ? നാളത്തെ അകത്ത് പറയും, പുറത്ത് പറയും. ഇത് അറിയില്ലാത്ത ആളല്ലല്ലോ താങ്കൾ. ശരി ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പാർട്ടിയുടെ ഒരു മുൻ ലോക്കൽ കമ്മിറ്റി അംഗമല്ലേ, താങ്കൾക്ക് അറിയാലോ. അകത്ത് പറയേണ്ട അകത്ത് പറയും, പുറത്ത് പറയും. അങ്ങനെ നിശ്ചിതമായി ഒന്നും പറയില്ലെന്നൊക്കെ പറയല്ലേ. ഓക്കെ, എന്തായാലും നാളെ നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളോ മറുപടിയോ പ്രതീക്ഷിക്കുകയാണ്. അത് കൺവിൻസിംഗ് ആകുമോ നോക്കാം, നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു.